എന്നറിയാം. ഇത് നമ്മൾ ഡേ 2 കടക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ദിവസം സഫാൻ സാറ് എന്താണ് UGC നെറ്റ് പേപ്പർ 1 എന്നും അതിന്റെ ഇമ്പോർട്ടൻസ് ഒരു പ്രൂഫ് സഹിതം ഒരു കുട്ടിക്ക് UGC നെറ്റ് പേപ്പർ 1ന്റെ മാർക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം സഹിതം കാണിച്ച് നിങ്ങളുടെ മുന്നിൽ UGC നെറ്റ് പേപ്പർ 1ന്റെ ഇമ്പോർട്ടൻസ് ആവശ്യത്തിലധികം കാര്യങ്ങൾ പറഞ്ഞു തന്നു, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തു. സോ ആ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇന്നത്തെ ക്ലാസ് നമ്മുടെ UGC നെറ്റ് പേപ്പർ 1ലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. ഓക്കെ, സോ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മൈസെൽഫ് ഷിബിൻ. ഓക്കെ, ഞാൻ MA എക്കണോമിക്സ്, BEd, അതോടൊപ്പം നെറ്റ് എക്കണോമിക്സ്, സെറ്റ് എക്കണോമിക്സ്, KTET, CTET തുടങ്ങിയ എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ 5 വർഷമായി ടീച്ചിങ് മേഖലയിൽ, പ്രത്യേകിച്ച് ഓൺലൈൻ ടീച്ചിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നതും ആവശ്യത്തിന് കുട്ടികളെ കണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സോ ഞാൻ നിങ്ങൾക്ക് ഇന്ന് എന്താണ് തരാൻ പോകുന്നത് എന്നുള്ള കാര്യം ഒരു ഇൻട്രൊഡക്ഷൻ തരുവാണ്. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയുകയാണ്. ഈ ക്ലാസ്സിന്റെ അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ഉണ്ട്. അത് ഞാൻ ആദ്യം തന്നെ ക്ലാസ്സിൽ 2-3 ഇൻസ്ട്രക്ഷൻസ് തരുവാണ്. നിങ്ങൾ എല്ലാവരും ഇരിക്കുമ്പോൾ കയ്യിൽ ഒരു പേപ്പറോ ബുക്കോ കൂടെ ഒരു പേനയോ കാണണം. കാരണം എന്തൊക്കെ നിങ്ങൾ ഈ റെക്കോർഡിങ് പിന്നെ കാണാൻ ഇല്ലെങ്കിൽ കേട്ടോണ്ടിരിക്കുക എന്നുള്ള പെർസ്പെക്റ്റീവിൽ ഇരിക്കരുത്. ഈ ക്ലാസ്സിൽ തന്നെ കുറെ ഐഡിയാസ് കിട്ടുന്നത് നിങ്ങൾ ഗ്രാസ്പ് ചെയ്യാനായിട്ടിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നിങ്ങൾ മാക്സിമം, ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് ഫ്രണ്ട് ഇരിക്കുന്നതിന് കാരണം എന്താണെന്നറിയാമോ? ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഫുൾ കോൺസെൻട്രേഷൻ നിങ്ങളിലായിരിക്കും, എനിക്ക് വേറൊരു ഡിസ്ട്രാക്ഷനും പറ്റില്ല. പക്ഷെ വീഡിയോ ഓഫ് ആയി കഴിഞ്ഞാൽ ഞാൻ ചരിഞ്ഞിരിക്കും, ഞാൻ ഒന്ന് ലൂസ് ആയിട്ടിരിക്കും, അങ്ങനെയുള്ള പല രീതിയിൽ ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആവും. സോ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാണ്. ഓക്കെ, ഇംഗ്ലീഷ് പ്ലീസ്, ഇംഗ്ലീഷും കൂടെ മാക്സിമം യൂസ് ചെയ്യാം. ബിക്കോസ് മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ മലയാളീസ് ആയതുകൊണ്ടാണ്. സോ ഐ വിൽ ബി ഡിസ്കസിങ് ഇൻ ലിറ്റിൽ ബിറ്റ് ഇംഗ്ലീഷ്. ഓക്കെ, സോ നമുക്ക് മുന്നോട്ട് പോവാം. നമ്മൾ പറഞ്ഞു വന്നത് മാക്സിമം ആൾക്കാർ എന്ത് ചെയ്യണം, വീഡിയോസ് ഓപ്പൺ ആക്കണം. ആദ്യം എന്റെ റിക്വസ്റ്റ് ആണ്, മാക്സിമം ആൾക്കാർ വീഡിയോ ഓൺ ആക്കി ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് കണക്ക് തന്നെ ഈ ക്ലാസ് ഇരിക്കണം. അതെന്റെ റിക്വസ്റ്റ് ആണ്. എന്റെ ഒരു ഫുൾ ടൈം ക്ലാസ്സിലാണെങ്കിൽ ഞാൻ വീഡിയോ ഓൺ ആക്കാതെ ഒരാളെ പോലും ഇരുത്തത്തില്ല. സോ മാക്സിമം എല്ലാവരും ഒരു നെഗറ്റീവായിട്ട് കരുതേണ്ട, കാരണം നിങ്ങളുടെ നല്ലതിന് വേണ്ടി ഞാൻ ഇത് പറയുന്നത്. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? വീഡിയോ ഓൺ ആക്കിയവർ ജസ്റ്റ് യെസ് ഐ എം റെഡി ഒന്ന് മെസ്സേജ് ഇട്ടാൽ നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാം. പോരട്ടെ, എല്ലാവർക്കും മടിയായിരിക്കും, പക്ഷെ ഐ നീഡ് ദിസ്. വീഡിയോ ഓൺ ആക്കി ഇരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, രാജാജി ഓക്കെ, യെസ് അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവരും വീഡിയോ ഓൺ ആക്കൂ, റെഡി ആയിട്ട് ബുക്സ്. ഓക്കെ, ആയിഷ, താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. ഇപ്പൊ റെസ്പോൺസ് കുറവാണ്, എല്ലാവരും റെസ്പോൺസ് തരണം. വീഡിയോ ഓൺ ആക്കി പഠിക്കുന്ന രീതിയിൽ തന്നെ ഇരിക്കുക. സോ നമ്മൾ മുന്നോട്ട് പോവാണ്, സമയം കളയുന്നില്ല. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും 6 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. നമ്മൾ കൺസെപ്റ്റ്സ്, നമുക്കൊരു ഫുൾ ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാനുള്ള ഫുള്ള് ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. ടോട്ടൽ ഇതാണെങ്കിൽ ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യാൻ പറ്റുന്നത്. ആ കൺസെപ്റ്റുകൾ ക്ലിയർ ആക്കുക. പിന്നീട് നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പോവുക. കാരണം നമുക്കറിയാം UGC നെറ്റ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഡയറക്റ്റ് ഒരു ഫാക്റ്റോ ഒരു ഇൻഫർമേഷനോ ചോദിക്കില്ല. ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങളാണ് റീസെന്റ് കാണുന്നത്. സോ അത് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം, കൺസെപ്റ്റ് പഠിക്കാം, ആപ്ലിക്കേഷൻ ലെവലിലുള്ള ആ ഒരു ബോധം ഉണ്ടാക്കുക. എന്നിട്ട് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഒരു ഉറപ്പ് തരുവാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ആപ്റ്റിറ്റ്യൂഡ് ഞാൻ ഉണ്ടാക്കി തരും. എന്താണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്? ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. പിന്നീട് PPS ഇതെന്താണെന്നൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ എൻഡ് ഓഫ് ദ ക്ലാസ് റിവീൽ ചെയ്യുന്നതായിരിക്കും. പിന്നീട് നമ്മൾ PYQs, നമ്മൾ കുറെ തിയറീസ് പഠിച്ചിട്ട് കാര്യമില്ല, PYQ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ കുറച്ച് പേര് വീഡിയോ ഓൺ ആക്കാൻ പറ്റാത്തതിന്റെ റീസൺ പറയുന്നു. നോ വറീസ്, കണ്ടിന്യൂ. ക്ലാസ് ശ്രദ്ധിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. PYQs ഡിസ്കസ് ചെയ്തിട്ട് അവസാനം എന്താണ്, നമ്മൾ തുടക്കത്തിൽ കണ്ട സിലബസ് അല്ല അവസാനം കാണുന്നത്, ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തും. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി ഞാൻ ഇപ്പം സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇത് എന്താണെന്ന് പറയാം. എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? ഈ തന്നിരിക്കുന്ന നോട്ട് എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? ഞാൻ ഇതിനകത്തൊന്ന് വായിച്ചു നോക്കുക. ഇത് എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഈ ഒരു നോട്ട് എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? എല്ലാരും
മെസ്സേജ് അയക്കണം, റെസ്പോൺസ് വേണം. റെസ്പോൺസ് വന്നില്ലെങ്കിൽ വളരെ മോശമാണ്. ഓക്കെ ഓക്കെ, പൂജയൊക്കെ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്, ദാറ്റ്സ് ഗുഡ്. അപ്പോ അത്രയ്ക്ക് നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ പൂജയാണ് ആദ്യം കണ്ടത്. ഓക്കെ, സോ കണ്ടിട്ടില്ല പിള്ളേരെ? ഇത് നമ്മുടെ സിലബസ് വായിക്കുവാണെങ്കിൽ ആദ്യം ശ്രദ്ധിക്കുക, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ അതെ ഗ്രീഷ്മ കറക്റ്റ് ആൻസർ പറഞ്ഞ പ്രോസ്പെക്ട്സ് ഉദ്ദേശിച്ച എന്താണെന്ന് ഞാനൊന്നും കൂടെ നിങ്ങൾ നമ്മൾ എന്ത് കോഴ്സിന് ചെന്നാലും ഇപ്പം സിവിൽ സർവീസ് എക്സാമിന് മുമ്പ് വരെ നമുക്ക് നോക്കുവാണെങ്കിൽ അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ്, കുറച്ച് എക്സാം എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കാണും. സോ അത് കണക്ക് നമ്മുടെ പേപ്പർ 1ന്റെ സിലബസിൽ തുടക്കത്തിൽ എഴുതിയേക്കുന്ന ഒരു പാരഗ്രാഫാണിത്. ഞാൻ ഇത് വായിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, ദ മെയിൻ ഒബ്ജക്റ്റീവ് ടു അസസ് ദ ടീച്ചിങ് ആൻഡ് റിസർച്ച് കാപ്പബിലിറ്റീസ്. ഈ പേപ്പർ 1 എന്ന് പറയുന്നത് നമ്മൾ 300 മാർക്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള 100 മാർക്ക് നൽകുന്ന ഈ ജനറൽ പേപ്പർ ഓൺ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്താണ് ചെയ്യുന്നത്? അസസ് ദ ടീച്ചിങ് ആൻഡ് റിസർച്ച് കപ്പാസിറ്റീസ്. എന്താണ്? ടീച്ചിങ് ആൻഡ് റിസർച്ച് കപ്പാസിറ്റീസ് ചെക്ക് ചെയ്യുന്നു. മാത്രമല്ല അതിന്റെ കൂടെ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും കൂടെ ചെക്ക് ചെയ്യുന്നു. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടീച്ചിങ് റിസർച്ചിനെ കുറിച്ചൊരു ബോധം ഉണ്ടായിട്ട് കാര്യമില്ല, അതിൽ എത്രത്തോളം നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെന്നുള്ള കാര്യം അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് പ്രധാനപ്പെട്ട കൊഗ്നിറ്റീവ് എബിലിറ്റീസ് ആയിട്ടുള്ള കോംപ്രിഹെൻഷൻ, അനാലിസിസ്, ഇവാലുവേഷൻ, അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെന്റ്സ്, ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്ന കാര്യങ്ങളും ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, സോ അതോടൊപ്പം തന്നെ എന്താണ്? The candidates are also expected to have general awareness about teaching and learning processes in higher education system. കൊച്ചു ക്ലാസ്സിലെ അല്ല, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഫോക്കസ് കൊടുത്തിട്ടുള്ള ഒരു ബോധവും നമുക്ക് വേണം. ഓക്കെ, ആൻഡ് വി ഓൾസോ നീഡ് നോളജ് അബൌട്ട് പീപ്പിൾ, എൻവയോൺമെന്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചു കഴിയുമ്പോൾ ഇതിൽ നിന്നാണ് നമ്മുടെ സിലബസ് ഡിറൈവ് ചെയ്യപ്പെടുന്നതെന്നുള്ള ഒരു ബോധം വരും. ഇതിൽ തന്നെ ഞാൻ ഈ ഒരു സിലബസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിപ്പിക്കുന്ന സമയത്ത് ഈ ഒരു നമ്മുടെ അജണ്ട, നമ്മുടെ സിലബസിന്റെ തുടക്കത്തിൽ അജണ്ട നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് എന്തിനാണ്? എത്ര തവണ ടീച്ചിങ്ങിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ഉണ്ടെന്നുള്ള കാര്യം പറയാനാണ്. നമുക്ക് ടീച്ചിങ് കാപ്പബിലിറ്റി വേണം, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വേണം, അതോടൊപ്പം എന്താണ് ലേണിംഗ് പ്രോസസ്സും ടീച്ചിങ് പ്രോസസ്സും ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് പറഞ്ഞു വെക്കുകയാണ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഞാൻ ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് എത്ര മാർക്കാണ് കിട്ടുന്നത്? ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വ്യക്തമായിട്ട് പഠിക്കുവാണെങ്കിൽ എത്ര മാർക്കാണ് കിട്ടുന്നത്? നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വ്യക്തമായി പഠിച്ചാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും? റെസ്പോണ്ട് ചെയ്യണം. നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ സൂപ്പർ ആയിട്ട് ക്ലാസ് എടുക്കും, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങും. സത്യം പറയട്ടെ. ഓക്കെ, 10 മാർക്ക്. ഉണ്ണി, മഞ്ജുഷ, ഓക്കെ, എല്ലാവരും റെസ്പോൺസ് ഇരുന്ന് 10. ഞാൻ പറയുവാണ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിച്ചു കഴിഞ്ഞാൽ 10 കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റും വൃത്തിയായിട്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അതെ, അജിഷ മാത്രം പറഞ്ഞിട്ടുണ്ട് 10+ മാർക്സ് ഇവിടെ നിന്ന് കിട്ടും. ഞാൻ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഗുഡ്. ശ്രീരാജ്, നൂറ, എല്ലാവരും റെസ്പോൺസ് ഇരുന്നുണ്ട്, ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, സോ നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസ് ഒന്ന് നോക്കാം. നമുക്ക് 5 മൊഡ്യൂൾസ് ആണുള്ളത്. ഓക്കെ, ടീച്ചിങ്. ഓക്കെ, അതെ, അശ്വതി ഹയർ എഡ്യൂക്കേഷൻ അസ്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അശ്വതി അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയും. ടീച്ചിങ്, ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, factors affecting teaching, methods of teaching in institutions of higher learning, okay, and teaching support system, evaluation system. Okay, ആ കാര്യങ്ങളൊക്കെ 6 മൊഡ്യൂൾസ് ആണുള്ളത്. ഓക്കെ, അങ്കിത കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു, അതിലോട്ട് വരുവാണ്. ഓക്കെ, ഗുഡ്, ആ ഒരു ബോധമുള്ളവരൊക്കെ ഉണ്ട്. ഓക്കെ, സോ 6 മൊഡ്യൂൾസ് ആണ്. നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. സിലബസ് ആദ്യം തന്നെ ടീച്ചിങ് എന്താണെന്ന് മനസ്സിലാക്കണം. ടീച്ചിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ടീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഒബ്ജക്റ്റീവ്സ്, ലെവൽസ് ഓഫ് ടീച്ചിങ്. ഓക്കെ, മെമ്മറി, അണ്ടർസ്റ്റാൻഡിങ്, റിഫ്ലക്റ്റീവ് എന്ന് പറയുന്ന 3 ലെവൽസ് ഡിസ്കസ് ചെയ്യണം. ഒരു ടീച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബേസിക് റിക്വയർമെന്റ്സ് ഡിസ്കസ് ചെയ്യണം. സോ ഒരു കോമഡി പറഞ്ഞുതരാം. നമ്മൾ ഈ പഠിക്കേണ്ട പേപ്പർ 1 10 പേപ്പറും പഠിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഡെപ്ത് ആയിട്ട് പഠിക്കാറുണ്ട്. നമ്മൾ പഠിച്ചുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് PhD ചെയ്യാം. PhD ചെയ്യാനല്ല നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ലിമിറ്റഡ് ടൈമിൽ പേപ്പർ 1 മാക്സിമം സ്കോർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. മാത്രമല്ല ഈ സിലബസ് നോക്കി ജസ്റ്റ് നമ്മൾ ഇതിന്റെ ഡെഫിനിഷൻ ഒക്കെ നോക്കി കുറെ തിയറി വായിച്ചുകൊണ്ട് പോയാലും കാര്യമില്ല. സോ നമ്മളൊരു മിഡിൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അത് ഏത് സ്ട്രാറ്റജി ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആ ഒരു സ്ട്രാറ്റജി കണ്ടുപിടിക്കാനാണ് ഈ ക്ലാസ്സിന്റെ അവസാനം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ഗിഫ്റ്റ് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ മുന്നോട്ട് പോവാം. ലേണറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ടീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത മൊഡ്യൂളിൽ നിന്ന് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലോട്ട് പോകുമ്പോൾ എന്താണ് ലേണറിന്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് കടന്നു.
അഡോളസെന്റ് അഡൾട്ട് ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അവരുടെ അക്കാഡമിക്, സോഷ്യൽ, ഇമോഷണൽ, കൊഗ്നിറ്റീവ് ആസ്പെക്ട്സും നമ്മൾ പഠിക്കുന്നു. അവിടെ തന്നെ എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നു അല്ലേ. അതോടൊപ്പം തന്നെ എന്താണ് അടുത്ത ടീച്ചിങ് ലേണിംഗ് ആയി പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്. ആ ഒരു ടീച്ചിങ് പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ ഉള്ള ടീച്ചറിനെ കുറിച്ചും ലേണറിനെ കുറിച്ചും സപ്പോർട്ട് മെറ്റീരിയലിനെ കുറിച്ചും ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസിനെ കുറിച്ചും ലേണിംഗ് എൻവയോൺമെന്റിനെ കുറിച്ചും ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും പഠിക്കണം. സോ സിലബസിൽ ഇങ്ങനെ ഒരു ഐഡിയ ആണ് നമുക്ക് തരുന്നത്. സോ 3 മൊഡ്യൂൾസ് എന്താണെന്നുള്ള ബോധം മനസ്സിൽ വന്നെന്ന് വിശ്വസിക്കുന്നു. പിന്നീട് 4ാമത്തെ മൊഡ്യൂളില് ഈ സിലബസ് നമ്മളെടുത്ത് ദൂരെ കളയും, എന്നിട്ട് നമ്മൾ ഒരു സിലബസ് ഉണ്ടാക്കും. അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ്. ഹയർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്ന് പറയുന്ന 3 ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലങ്ങൾ, സെക്കൻഡറി പ്ലസ് 1 പ്ലസ് 2 സമയത്ത്, അത് കഴിഞ്ഞിട്ട് എന്താണ് ടെറിഷറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഗ്രി ലെവലിൽ തുടങ്ങുന്നത്. നമ്മൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഡിഗ്രി ലെവലിലാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ടെറിഷറി അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓക്കെ ശ്രീജ ഐ വിൽ ബി ഷെയറിംഗ് ദാറ്റ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഇവിടെ തന്നെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിൽ ടീച്ചർ സെന്റേർഡും ലേണർ സെന്റേർഡും പഠിക്കാനുണ്ട്, ഓഫ്ലൈനും ഓൺലൈനും പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ഓൺലൈനിൽ സ്വയം പ്രഭ, മൂക്ക് എന്നൊക്കെ പറയുന്ന കുറെ സാധനങ്ങൾ നമുക്കറിയാം, പുതിയ ഐഡിയാസ് കൊണ്ടുവന്നിട്ടുണ്ട്, അതിനെ കുറിച്ച് പഠിക്കണം. പിന്നീട് വീണ്ടും ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫാക്ടേഴ്സ് അഫക്റ്റിങ്ങിനകത്ത് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രഡീഷണൽ, മോഡേൺ, ICT ബേസ്ഡ് എന്ന് പറയുന്ന 3 ലെവൽസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നീട് ഇവാലുവേഷൻ. സാർ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ച് ഓർമ്മയുണ്ടോ? സമ്മേറ്റീവും ഫോർമേറ്റീവും ഒക്കെ വെച്ച് എൻഡ് ഓഫ് ദ അക്കാഡമിക് ഇയറിൽ എന്താണ് നടത്തുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ എന്താണ് നിങ്ങൾ എല്ലാവരും CBSE ഒക്കെ പഠിച്ചവർക്ക് അറിയാം, CBCS. ഓക്കെ, CBSES. ഓക്കെ, CBSEയിൽ നമുക്ക് കുറെ റെവല്യൂഷൻസ് വന്ന സമയത്ത് തന്നെയാണ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും ക്രെഡിറ്റ് സിസ്റ്റം ഒക്കെ വന്നത്. അങ്ങനെയുള്ള അന്നേരം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ് ഇങ്ങനെയൊക്കെയാണ് സിലബസ് പോകുന്നത്. സിലബസ് കണ്ട വളരെ സിമ്പിൾ ആയിട്ട്. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് എഴുതിയെടുക്കണം. സിലബസ് എഴുതിയെടുക്കുന്ന അവിടെ നിൽക്കട്ടെ, ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതിയെടുത്താൽ മതി. അതിനൊരു കാരണമുണ്ട്. സിലബസ് എഴുതിയെടുക്കണം, അത് പക്ഷെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡഡ് ആയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. സോ ഇത്രയും സിലബസ് എന്തുവാന്ന് നോക്കി നമ്മൾ അണ്ടർസ്റ്റാൻഡ് സിലബസ്. ഇപ്പൊ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ 6 സ്റ്റെപ്പിലൂടെയാണ് കടന്നു പോകുന്നത്. സോ 1ാമത്തെ സ്റ്റെപ്പ് നമ്മൾ മനസ്സിലാക്കി, നമ്മൾ എന്താണ് സിലബസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തു. ഓക്കെ, ഞാൻ ചുമ്മാ വായിച്ചു കിട്ടിയാണ്, അത് എന്തുവാന്ന് നിങ്ങൾക്ക് വായിച്ചവർ കാണും, വായിക്കാത്തവർക്ക് വേണ്ടിയാണ് സിലബസ് വായിച്ചത്. ഓക്കെ, ഇനി നമ്മൾ കൺസെപ്റ്റ് പഠിക്കാൻ പോവാണ്. എന്ത് പഠിക്കാൻ പോവാണ്? കൺസെപ്റ്റ് പഠിക്കുകയാണ്. സോ എന്ത് കൺസെപ്റ്റ് ആണ് ആദ്യം പഠിക്കുന്നത്? ടീച്ചിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. സോ ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ഒരു വേടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ടീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു പ്രോസസ്സിലൂടെ മനസ്സിലാക്കാം, അത് വഴിയേ നിങ്ങൾ മനസ്സിലാവും. ടീച്ചിങ് ഈസ് എ സോഷ്യൽ പ്രോസസ്. എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്, ഐസൊലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സോഷ്യൽ പ്രോസസ് ആണ്. വേറെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തി, ഒരു ടീച്ചർ, അയാളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടീച്ചർ. ടീച്ചർ എന്താണ്? ഒരു കുട്ടിയുടെ ബിഹേവിയറിൽ മാറ്റം വരുത്തുന്നു. എന്ത് പറ്റുന്നു? ഗൈഡ്സ് ദ ബിഹേവിയർ. ടീച്ചർ ഗൈഡ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ടീച്ചർ ഇവിടെ ഇന്ന് ഗൈഡ് ചെയ്യേണ്ടത് ഒരു പെർമനന്റ് ചേഞ്ച് വരുത്താനാണ്. ഇപ്പൊ ഒരു ദിവസം ടീച്ചറിന്റെ കഥ കേട്ടിട്ട് നിങ്ങൾ നന്നായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടീച്ചിങ് അല്ല. ഒരു വ്യക്തിയിൽ പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് വരുത്തുന്നതിനെയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ക്ലാരിറ്റി ആണ് വേണ്ടത്. കുറെ ഡെഫിനിഷൻസ് വായിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ പെർമനന്റ് ചേഞ്ച് വരുത്തുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. സോ എന്താണ്? ലെസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡന്റിന് എന്താണ്? ചുമ്മാ എന്തെങ്കിലും കഥയൊക്കെ പറഞ്ഞു കൊടുക്കുവാണോ? നമ്മുടെ സൊസൈറ്റിയിൽ അവന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നമ്മുടെ ടീച്ചിങ് എന്ന് പറയുന്ന കാര്യം ഒരു ആർട്ടും സയൻസും ആണ്. നമ്മൾ എല്ലാ സബ്ജക്ട് പഠിക്കുമ്പോഴും ഞാൻ എക്കണോമിക്സുകാരനാണ്, എക്കണോമിക്സ് പഠിക്കുമ്പോഴും ആർട്ടും സയൻസും ആണെന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അത് എല്ലാ സബ്ജക്റ്റിലും പറയുന്നതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഒബ്ജക്ടിവിറ്റിയും സബ്ജക്ടിവിറ്റിയും ഉൾപ്പെടുന്നതാണ് എന്ത്? നമ്മുടെ ടീച്ചിങ്. ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ചില സമയത്ത് നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ്, അതോടൊപ്പം നമ്മൾ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയാണ് പഠിപ്പിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ നേച്ചറാണ്. അവിടെ സയൻസ് കൊണ്ടൊന്നും വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്താണ്? ബിഹേവിയർ, അവരുടെ സോഷ്യോളജിക്കൽ നേച്ചർ, ബിഹേവിയർ, സൈക്കോളജി, ഫിലോസഫി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നോക്കണം. സോ ആ ഒരു ഐഡിയ മനസ്സിലാക്കണം. അന്നേരം നമ്മൾ മനസ്സിലാക്കുക, ടീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ദർ വിൽ ബി ടീച്ചർ കാണും, സ്റ്റുഡന്റ് കാണും, കോണ്ടെക്സ്റ്റ്. ഇപ്പൊ ഞാൻ വഴി എഴുത്തി ഒരു ചെറുക്കന് ഗൈഡൻസ് കൊടുക്കുകയാണ്, ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന് ഗൈഡൻസ് കൊടുക്കുകയാണ്, അത് ടീച്ചിങ് അല്ല. ഒരു കൃത്യമായ കോണ്ടെക്സ്റ്റ് കാണണം. അതോടൊപ്പം എന്താണ്? ഒരു കോണ്ടന്റും കാണണം. കോണ്ടന്റ് വളരെ റൈറ്റ് ആയിട്ടുള്ള കോണ്ടന്റും ആയിരിക്കണം. സോ ടീച്ചിങ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഓഫ് ആക്ഷൻസ് ആണ്. എന്താണ്?
നമ്മുടെ സ്റ്റുഡൻസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എങ്ങോട്ട്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് സോഷ്യൽ കണ്ടീഷനിലേക്ക്. ഓക്കെ, സോ ഞാൻ പഠിപ്പിച്ചു തുടങ്ങി. എല്ലാവരും ഉറങ്ങി തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. ഉറക്കം നിർത്തുക, നമുക്ക് ഉറക്കം മാറ്റുന്ന ഒരു പരിപാടിയുണ്ട്, അതിലേക്ക് പോവാം. സോ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള നീഡ് ഞാനൊന്ന് പറയാണ്. കുട്ടികൾക്ക് നോളജ് കൊടുക്കുന്നു, ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു, സ്റ്റുഡൻസിന് കുറച്ച് സ്കില്ല് കൊടുക്കുന്നു, സ്റ്റുഡൻസിന്റെ ആറ്റിറ്റ്യൂഡ് മാറ്റുന്നു, ബിഹേവിയർ മോഡിഫൈ ചെയ്യുന്നു, എക്സ്പീരിയൻസസ് കൊടുക്കുന്നു. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരുമിച്ച് വരുന്നതാണ്. ഇപ്പം സ്കില്ല് കൊടുക്കുന്നതിന് മാത്രം നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രെയിനിങ്. എന്താണ്? ട്രെയിനിങ്. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നോളജ് മാത്രം കൊടുക്കുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരെന്താണ്? ലെക്ചറിങ്. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ട്രെയിനിങ്ങും ലെക്ചറിങ്ങും ട്യൂട്ടറിങ്ങും എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് മാത്രം കൊടുക്കുന്ന ടേമാണ് ക്ലാസ് ആണ് ട്യൂട്ടറിങ്. സോ ഇതെല്ലാം കൂടെ ചേർന്ന ഈ എല്ലാത്തിന്റെയും ഈ ട്രെയിനിങ്, ഇൻസ്ട്രക്ഷൻ തുടങ്ങിയ വാക്കുകളെക്കാട്ടിലും വലിയ വാക്കാണ് ടീച്ചിങ്. ആ ഒരു ബോധം വന്നെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ എല്ലാവരും ഉറങ്ങി തുടങ്ങിയെന്ന് മനസ്സിലായി. ഉറക്കം വന്ന ആരൊക്കെയാ? സത്യം പറയണം, ഈ കഥ കേട്ടിട്ട് ഉറക്കം വന്ന ആരൊക്കെയാണ്? ഉറക്കം വന്നോ ഇല്ലയോ എന്നുള്ള കാര്യം പറഞ്ഞ്, ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പം ഇത് നമ്മൾ വർഷങ്ങളായിട്ട് പഠിക്കുന്നതാണല്ലോ. ഓക്കെ, വന്നില്ലെന്ന് പറയുന്നു, വളരെ സന്തോഷം. ഞാൻ ക്ലാസ് കേട്ടിട്ടിരുന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ പണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. സോ ഓക്കെ, ഗുഡ്. ആരും ഉറങ്ങിയില്ല, പക്ഷെ ആരോ ഒരാൾ ഉറങ്ങിയിട്ടുണ്ട്, എനിക്കറിയാം. കുറച്ചുപേർ ഉറങ്ങി കാണും. ഓക്കെ, എല്ലാവരും, രാജാജി, ഐശ്വര്യ, അഞ്ജിമ, എല്ലാവർക്കും ഞാൻ ഒരു റിപ്ലൈ പറയുന്നെങ്കിൽ റെസ്പോൺസ് ചെയ്യുന്ന എല്ലാവർക്കും കൂടെ ഉള്ള റിപ്ലൈ ആണ്. ഡോണ്ട് വറി, എല്ലാവരെയും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ കമന്റ് സെഷൻ മൊബൈലിൽ നോക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുവാണ്. ഓക്കെ, ഗുഡ്. ആശ, ലക്ഷ്മി, റിയ, അങ്കിത, എല്ലാവരും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് റിപ്പോർട്ട് മുന്നോട്ട് അങ്ങനെ തന്നെ പോവാ. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടാസ്ക് ഇൻ ടീച്ചിങ്. ടീച്ചിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടാസ്ക് എന്താണ്? നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോവാണ്. ഉറങ്ങുന്നവരൊക്കെ എണീക്കുക. ഓക്കെ, ആൻസറുകൾ വരുന്നു. ഓക്കെ, ഗുഡ്. നിങ്ങൾ സ്വന്തം ആൻസർ തന്നെ എഴുതണേ, ട്രെൻഡിനനുസരിച്ച് പറയരുത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ് സാറേ, ഇതൊക്കെ ഞങ്ങൾ കുറെ കണ്ടയാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് മനസ്സിലായി. എല്ലാവരും പറഞ്ഞ ശരിയാണ്. പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന അതിന്റെ ഒരു പാർട്ട് മാത്രമാണ്. ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ഒരു പാർട്ട് മാത്രമാണ്. ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഡെവലപ്മെന്റ് എക്സ്പീരിയൻസിലൂടെ കടത്തിവിടുന്നതാണ് എന്താണ് ടീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഞാൻ ഒരു സന്തോഷമുള്ള വാർത്ത പറയട്ടെ, ഇങ്ങനൊരു ചോദ്യം ചോദിക്കത്തില്ല എക്സാമിന്. ഇങ്ങനൊരു ചോദ്യം ചോദിക്കത്തില്ല. കാരണം എന്താണ്, ഞാൻ ക്ലാസിന്റെ എൻഡില് കഴിഞ്ഞ വർഷങ്ങളിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇങ്ങനൊരു ചോദ്യം എന്ത് വന്നാലും UGC ചോദിക്കത്തില്ല. കാരണം ഇത് ഓബിയസ്ലി എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. സന്തോഷിച്ചവരുടെയൊക്കെ സന്തോഷം താഴോട്ട് പോട്ടെ, പക്ഷെ നമ്മൾ അത് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റിയിലോട്ട് പോകും. അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, സോ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ്, ഡെവലപ്മെന്റ് ഇതൊരു എക്സ്പ്ലനേഷൻ ഞാൻ PPT ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് വായിച്ചെടുക്കാനായിട്ടുള്ളതാണ്. ഇപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ സമയം കളയുന്നില്ല. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു മെക്കാനിക്കൽ പ്രോസസ് അല്ല. ടീച്ചിങ് എന്താണ്? ഒരിക്കലും ഒരു മെക്കാനിക്കൽ പ്രോസസ് അല്ല. മാത്രമല്ല, ടെല്ലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു കൊടുത്തു, ടെസ്റ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല, നിങ്ങൾക്കിപ്പോ ഞാൻ കുറച്ച് കാര്യം പറഞ്ഞു തന്നു, നിങ്ങൾക്ക് അറിയാവുന്ന ടെസ്റ്റ് ചെയ്തു. അത് മാത്രമല്ല, അതിനപ്പുറത്തുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾ ചെയ്യും. നിങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. ദിയ, ആൻസി, അഞ്ജു, അഫ്സീറ, നൂറ എല്ലാവരും റിപ്ലൈ ചെയ്തു. ഇതിന്റെ ആൻസർ ചെയ്തേ. ഞാൻ വായിച്ചൊന്നും തരത്തില്ല. ഞാൻ വായിച്ചു തന്നുള്ള പ്രശ്നം എന്താണെന്നറിയാം, ഞാൻ ലിങ്ക് ഇട്ട് തരും. ഞാൻ ചിന്തിക്കുന്ന രീതി നിങ്ങൾ ചിന്തിക്കും. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞു. വെരി ഗുഡ്. എനിക്കറിയാം. സന്തോഷിക്കേണ്ട, വിഷമിക്കാനുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പോകും. ഓക്കെ, വെരി ഗുഡ്. റിയ, ഷൈന, അനീറ്റ, സ്നേഹ, അരുണ, പ്രവീണ, എല്ലാവരും ഓക്കെ. വെരി ഗുഡ്. ആൻസർ ശരിയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവർക്കും ശരിയായി. സോ നമ്മൾ ഒരു കുട്ടി ഒരിക്കലും പണിഷ് ചെയ്യരുത്. സോ ഈ പണിഷ് ചെയ്യരുതെന്ന് പറയുന്ന ഐഡിയ ഏതെങ്കിലും നിങ്ങൾ ആരെങ്കിലും BEd ചെയ്ത്, എനിക്ക് ഒരു കാര്യം കൂടെ ചെയ്യണേ. നിങ്ങളുടെയൊക്കെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്നും കൂടെ എനിക്കൊന്ന് പറയണം. അന്നേരം എനിക്ക് അതിനനുസരിച്ച് ക്ലാസ് സ്ട്രക്ചർ ചെയ്യാം. ഓൾറെഡി എല്ലാ ആൾക്കാർക്കും വേണ്ടിയുള്ള ഒരു സ്ട്രക്ചറാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ക്യാൻ യു ജസ്റ്റ് എക്സ്പ്ലെയിൻ, നിങ്ങൾ ഏത് ലെവലിൽ നിൽക്കുവാണ്? നിങ്ങൾ BEd ചെയ്തവരുണ്ടോ? BEd ഒക്കെ ചെയ്യുന്നവർ കുറെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ BEd ചെയ്യുന്നവരൊക്കെ ഉണ്ടോ? BEd കുറെ ഉണ്ട്, പക്ഷെ നിങ്ങളും പെട്ട് കിടക്കും. കാരണം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ കുറെ കാര്യങ്ങൾ അറിയാമെങ്കിലും ഇതിൽ ആപ്ലിക്കേഷൻ സൈഡിൽ നമ്മൾ MSW ചെയ്യുന്നവരുണ്ട്, PG, MA, BEd, ആരതി, കംപ്ലീറ്റ് മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്, MA, MPhil. ഓക്കെ, PGക്കാരൊക്കെ കുറെ ഉണ്ട്. PG സ്റ്റഡിങ് ആണോ കറന്റ് കുറെ BEdകാരും ഒക്കെ ഉണ്ട്. അന്നേരം BEdകാരൊക്കെ പറയുമ്പോൾ ഇയാൾ പറയുന്നതൊക്കെ എനിക്ക് അറിയാലോ എന്നൊരു പെർസ്പെക്റ്റീവ് ഒക്കെ കാണും. പക്ഷെ BEdകാരാണെങ്കിലും ടച്ച് വിട്ടവരൊക്കെ കാണും. ഓക്കെ, BEd, ഓക്കെ,
B.Ed, M.Ed, M.Sc, B.Sc. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. അവരൊക്കെ ഉണ്ട്. അന്നേരം നമുക്ക് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ പെട്ടെന്ന് കയറി ഈ B.Ed കഴിഞ്ഞവരുടെ ഒരു കാര്യം പറയാണ്, നമ്മൾ 2 വർഷം എടുത്ത് പഠിച്ച B.Ed ആണ്. ഇതിൽ ഐഡിയാസ് ഒക്കെ പെട്ടെന്നില്ല ചറ പറയരുത്. നിങ്ങളൊന്ന് ബാക്കിലോട്ട് എന്ന് പറയണം. കാരണം ബാക്കിയുള്ളവർക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഒരു ചാൻസ് കൊടുക്കണം. ഞാൻ മാക്സിമം പറയുന്നത് B.Edകാരെല്ലാം നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയാസ് ഒക്കെ കുറെയൊക്കെ മനസ്സിൽ വെച്ച് കമന്റ് ചെയ്യാതിരിക്കുക, മനസ്സിൽ ആൻസർ ചെയ്യുക. ഞാനൊരു ഇൻസ്ട്രക്ഷൻ തരുവാണ്, അത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. കാരണം B.Edകാർക്ക് പല കാര്യങ്ങളും അറിയായിരിക്കും. പക്ഷെ നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിൽ കമന്റ് ചെയ്താൽ മതി, ഗ്രൂപ്പിൽ കമന്റ് ചെയ്യില്ല, ചാറ്റിൽ കമന്റ് ചെയ്യില്ല. കാരണം എന്താണെന്ന് അറിയാം, ബാക്കിയുള്ളവർക്ക് ഒരു ചാൻസിന് വേണ്ടിയാ. ഓക്കെ, ഗോട്ട് ഇറ്റ്. B.Edകാരൊക്കെ ശ്രദ്ധിച്ചോണം അത്. M.Edകാരൊക്കെ ശ്രദ്ധിക്കണം. MA പിള്ളേരൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വരട്ടെ അത്. എന്നിട്ട് നമ്മൾ അവരൊന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഈ ഒരു കാര്യം റീഇൻഫോഴ്സ്മെന്റ്, B.S. സ്കിന്നർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു ഐഡിയാസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് നോളജ് അറിയണം. ഇതൊക്കെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കരുത്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് കുറെ തിയറീസ് അറിയാം. നിങ്ങൾക്ക് അറിയാവുന്ന ലേണിംഗ്, ഇപ്പൊ ലേണിംഗ് എന്ന് പറയുന്നില്ലെങ്കിൽ ലേണിംഗ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട ടേംസ്, തിയറീസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. B.Edകാരും M.Edകാരും പറയുന്നത് ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. പറഞ്ഞോളൂ. ഓക്കെ, പാവ്ലോസ്, റിയ പറഞ്ഞു. നിങ്ങൾ ആദ്യം തന്നെ സ്റ്റിമുലസ് എന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ UGC നെറ്റ് എക്സാമിനെ നമ്മളെ കഷ്ടപ്പെടുത്തുന്നത് ചില ടേംസ് ആണ്. ചില ടേംസിന്റെ അർത്ഥം നമുക്കറിയത്തില്ല. ഓക്കെ, നിങ്ങൾ ആദ്യം പറയേണ്ട സ്റ്റിമുലസ് റെസ്പോൺസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. എന്താണ് സ്റ്റിമുലസ് റെസ്പോൺസ്? സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു ചോദന, റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അതിന് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാനൊരു അടി കൊടുത്തൊരു കൊച്ചിന് എണീറ്റ് ഇക്കടാന്ന് പറയുന്നു. ഓക്കെ, അതെന്താണ്? ഒരു സ്റ്റിമുലസ് ആണ്, നെഗറ്റീവ് സ്റ്റിമുലസ് ആണ്. നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് തിയറി നമ്മൾ ഇതൊക്കെ ജസ്റ്റ് പഠിക്കും, ഒത്തിരി ഡീപ്പായിട്ട് പഠിക്കേണ്ട, ഐഡിയ മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. സോ അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും സ്റ്റിമുലസ് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് തിരിച്ച് റെസ്പോൺസിന് സ്റ്റിമുലസ് കൊടുക്കുക എന്നുള്ള കാര്യമൊക്കെ പറയുന്നു. സോ നമ്മൾ പഠിക്കും മുന്നോട്ട് പോകുമ്പോൾ ലേണിംഗ് തിയറീസ് ആയിട്ടുള്ള ബിഹേവിയറലിസത്തിലെ എന്താണ് കണ്ടീഷനിങ്. ഓക്കെ, കണ്ടീഷനിങ്. ഒരു പട്ടിക്കുട്ടിക്ക് ചിക്കൻ പീസ് കൊടുക്കുന്നു, ബെല്ലടിക്കുന്നു, ചിക്കൻ പീസ് മാറ്റുന്നു, ബെല്ലടിക്കൽ നിർത്തുന്നു, ചിക്കൻ പീസ് മാത്രം. ഒന്നും മനസ്സിലായില്ലെന്ന് മനസ്സിലായി. ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് നടത്തിയ ആ ഒരു ഐഡിയ ആണ് കണ്ടീഷനിങ്. അതെ, ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒപ്പാരൻ കണ്ടീഷനിങ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അതിനെ കുറിച്ച് ഒരു ബേസിക് ബോധം നമ്മുടെ തലയിൽ വേണം. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, അത് ഞാൻ പറയുവാണ്. എന്നാലേ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചില ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ ഈ ഐഡിയ നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാണ്. സോ നമ്മൾ ഇത് റിലേറ്റഡ് ആയിട്ട് ഈ ടേംസ് ഒക്കെ ഇപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. ഓക്കെ, വർഷ ബിഹേവിയറിസം. ഓക്കെ വർഷ, ഗുഡ്. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ വർഷ ടൈപ്പ് ചെയ്തുകൊണ്ട് കുറെ പേര് പേടിച്ച്, കുറെ പേര് ഇത് അറിയാത്തവർ പേടിച്ച്. പക്ഷെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതാണ് ഈ എക്സ്റ്റിങ്ഷൻ. സോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എത്ര പേർക്ക് അറിയാം? ഇതൊക്കെ നമ്മൾ ഒരു എക്സ്റ്റിങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതൊക്കെ പ്രാക്ടിക്കൽ സൈഡാണൊന്ന് അറിഞ്ഞു വെക്കേണ്ട സാധനമാണ്. ഞാൻ നിങ്ങൾ ഇതൊക്കെ കാണിച്ച് പേടിപ്പിക്കുമല്ലേ? എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ചെയ്ത് കുറെ നാളായിട്ട് വെച്ച ഒരു സ്വഭാവം ഇല്ലാതാക്കി കളയുന്ന ഒരു പ്രോസസ്സിനാണ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ പഠിക്കുകയാണ്. ഇത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമുക്ക് പഠിക്കാനുള്ള സാധനം. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടീച്ചിങ്ങിലൂടെ കുട്ടികളെ കണ്ടീഷൻ ചെയ്ത് ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ കൊച്ചു ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യുന്നതാണ് കണ്ടീഷൻ ചെയ്ത് കുട്ടികളെ ബെറ്റർ ആക്കാൻ. അന്നേരം ആദ്യ കാലങ്ങളിൽ എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾക്ക് സ്കില്ല് കൊടുക്കുന്നതാണ്. ബിഹേവിയറിൽ എന്താണ്? കണ്ടക്റ്റും എല്ലാം ഷേപ്പ് ചെയ്യുന്നതിനാണ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അതോടൊപ്പം വേറൊരു സാധനമുണ്ട്, ഇൻഡോക്ട്രിനേഷൻ. ഒരു കുട്ടിക്ക് ഒരു കാര്യം പറഞ്ഞു അവനെ എങ്ങനെയാണ് ഇത് ശരിയാണെന്ന് തീരുമാനിക്കുന്നതാണ് ഇൻഡോക്ട്രിനേഷൻ. ഞാൻ ഒരു കാര്യം പറയാണ്, ഈ പറഞ്ഞ വാക്കുകൾ ഒന്നും ടീച്ചിങ്ങിന് ഈക്വൽ അല്ല. കണ്ടീഷനിങ് ടീച്ചിങ് അല്ല, ട്രെയിനിങ് ടീച്ചിങ് അല്ല, ഇൻസ്ട്രക്ഷൻ ടീച്ചിങ് അല്ല, ഇൻഡോക്ട്രിനേഷൻ ടീച്ചിങ് അല്ല. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നമ്മുടെ ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ഒരു ഡിസൈഡ് ചേഞ്ച് ഒബ്ജക്റ്റീവ്സ് നമ്മൾ ടീച്ചിങ്ങിലൂടെ ഒരു കുട്ടിയിൽ പെർമനന്റ് ആയിട്ടുള്ള, എങ്ങനെയാണ് പെർമനന്റ് ആയിട്ടുള്ള ഒരു നല്ല ചേഞ്ച് വരുത്തുന്നത്. ഇപ്പൊ ഒരു ചെറുക്കനെ പെർമനന്റ് ആയിട്ട് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരാക്കിയെങ്കിൽ, ഒരു വ്യക്തിയാക്കിയെങ്കിൽ അതൊരിക്കലും ഒരു എന്താണ് ടീച്ചിങ് അല്ല, അത് നെഗറ്റീവാണ്. അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. ഒരു നല്ല ബിഹേവിയറും കണ്ടക്റ്റും കൊണ്ടുവരുന്നു, നോളജ് കൊണ്ടുവരുന്നു, ലേണിംഗ് സ്കിൽസ് കൊണ്ടുവരുന്നു, ബിലീഫ് കൊണ്ടുവരുന്നു. ആദ്യകാലങ്ങളിൽ നമ്മൾ എന്താണ് ദൈവത്തിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബിലീഫ് ഉണ്ടാക്കിയെടുക്കുകയാണ്.
പിന്നീട് എന്താണ് സോഷ്യൽ ആൻഡ് എഫിഷ്യന്റ് സൊസൈറ്റിയിൽ ഒരു എഫിഷ്യന്റ് മെമ്പർ ആകാനായിട്ടുള്ള കോച്ചിങ് കൊടുക്കുന്നു. ഓക്കെ, സോ അശ്വതി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അശ്വതി ചോദിച്ച ചോദ്യം അത് മനസ്സിൽ വെക്കുക, അതിലോട്ട് നമ്മൾ പോകുന്നുണ്ട്. മിത്ത് ഒരു ഉറപ്പായിട്ടും നമുക്ക് ഇൻഡോക്ട്രിനേഷനിലൂടെ ഉണ്ടാകും. ഓക്കെ, സോ അശ്വതിക്ക് വേണ്ടി അശ്വതി ചോദിച്ച ചോദ്യം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളെ കറക്റ്റ് ഗൈഡ് ചെയ്യുന്ന സ്ഥലത്തിലോട്ട് തന്നെയാണ് നിങ്ങൾ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്നത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ടീച്ചിങ് ഈസ് നോട്ട് തോട്ട് ആസ് എ പ്രോസസ് ഓഫ്. അശ്വതി ആൻസർ ചെയ്യല്ലേ, ഇടയ്ക്ക് ആരും അൺമ്യൂട്ട് ചെയ്യരുത് പ്ലീസ്. ഓക്കെ, ഇതിന്റെ ആൻസർ ചെയ്തേ എല്ലാരും, ഇതിന്റെ ആൻസർ എല്ലാരും ചെയ്തേ. വെക്കം സ്പീഡ് ആൻസർ പോരട്ടെ, സ്പീഡ് ആൻസർ പോരട്ടെ. ആൻസർ വരുന്നില്ല, എന്റെ വോയിസ് ഒക്കെ ക്ലിയർ ആണല്ലോ. ആൻസർ ചെയ്തേ അശ്വതി. ഓക്കെ അല്ലേ, എന്റെ വോയിസ് ക്ലിയർ അല്ലേ, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഇസ് ദർ എനി പ്രോബ്ലം? നോ, ആൻസർ ചിന്തിക്കുമായിരിക്കും. ഓക്കെ, സോ ആൻസേഴ്സ് വന്നു. ഫർസാനെ ഒന്ന് തെറ്റിച്ചിട്ടുണ്ട്. ഓക്കെ, അഡ്വക്കേറ്റ് ഡാനി തെറ്റിച്ചിട്ടുണ്ട്. കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ വന്നു തുടങ്ങി അല്ലേ, കുറച്ച് പേർക്ക്. ബാക്കിയുള്ള നിങ്ങൾ ഒന്നും കരുതണ്ട, ഞാനൊക്കെ തെറ്റീര് കാണുമായിരുന്നു. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല, നമ്മൾ പഠിച്ചു വരുവാണ്. ബി പറയുന്നു. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ് അല്ലാത്ത എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ പറയുന്ന എന്താണ് അല്ലാത്തത്? ഡി പറയുന്നു. സോ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഡയറക്റ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് പീപ്പിൾ ഈസ് എ പാർട്ട് ഓഫ് ടീച്ചിങ്. ഒരു കുട്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഡയറക്റ്റ് ചെയ്യുന്ന എന്താണ്? ടീച്ചിങ് ആണ്. അതുകൊണ്ട് ഇത് ആൻസർ അല്ല. കാരണം ഇത് പാർട്ട് അല്ല എന്നുള്ള ചോദ്യമാണ്. ചിലവർ പെട്ടെന്ന് ചാടിക്കേറി എന്താണ് പ്രോസസ് ടീച്ചിങ്, പ്രോസസ് ടീച്ചിങ് ഏതാണ് എന്ന് ആൻസർ ചെയ്യുക. അങ്ങനെ ചെയ്യരുത്. സ്പീഡ് നമ്മൾ കമ്പ്യൂട്ടറിലാണ് ആൻസർ ചെയ്യുന്നത്, അപ്പം പറ്റുന്നതായിട്ടാണ്. അടുത്ത ലിസണിങ് ദ റെസിറ്റേഷൻ ഓഫ് പീപ്പിൾസ്. നമ്മൾ ബി തെറ്റായിട്ട് എഴുതാൻ സാധ്യതയുണ്ട്, പക്ഷെ തെറ്റായിട്ട് എഴുതാൻ വേണമെങ്കിൽ ഇത് മേജർ സാധനമൊന്നുമില്ല, പക്ഷെ വളരെ 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 ചെറിയൊരു റോളാണ് ടീച്ചിങ് പ്രോസസ്സിലുള്ളതാണ്. കുട്ടി പഠിച്ചിട്ട് റെസിറ്റേഷൻ പാട്ട് പാടി കേൾപ്പിക്കുന്നത് നമ്മൾ അറിയണ്ടേ? അടുത്ത 3, അത് അവിടെ വെച്ചിട്ട് ഓപ്ഷൻസ് എല്ലാം വായിച്ചിട്ട് ആൻസർ ചെയ്യാം. 3, ഇൻഡോക്ട്രിനേറ്റിംഗ് അഡൾട്ട് ഐഡിയാസ്. എന്ത് മണ്ടത്തരമായി പറയുന്ന? നമ്മുടെ അശ്വതി ചോദിച്ച ചോദ്യമാണ്. ഒരു ആദ്യകാലങ്ങളിൽ ABCDEFGHIJ അതൊക്കെ പഠിപ്പിക്കുമ്പോ എന്താണ്, ഒരു സാധനം നമുക്ക് കുത്തി ഇറക്കാൻ കുട്ടിയിൽ, കാരണം അവർക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ല. ആദ്യകാലങ്ങളിൽ നമുക്ക് എന്താണ് ഇൻഡോക്ട്രിനേറ്റിംഗ് ചെയ്യാം. പക്ഷെ നമ്മൾ ഒരു ഹയർ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ടീച്ചിങ്ങിനെ കുറിച്ച് പഠിക്കുന്നവര് ശരിയാന്ന് പറയാവോ? ഇത് ടീച്ചിങ് പ്രോസസ് അല്ല. നമ്മൾ ഹയർ എഡ്യൂക്കേഷനിലെ ടീച്ചിങ്ങിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഇൻഡോക്ട്രിനേറ്റിംഗ് അഡൾട്ട് ഐഡിയാസ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ആൻസർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അതുകൊണ്ട് ആൻസർ ഏതാണ്? ആൻസർ സി ആണ്. ആ തെറ്റിയവർ മാത്രം ഒന്ന് ആൻസർ ചെയ്തേ. നിങ്ങൾക്ക് ആൻസർ കിട്ടിയല്ലോ. റോജിൻ, നിങ്ങൾക്ക് നൺ ഓഫ് ദീസ് പറഞ്ഞവർക്ക് കത്തിയോ? സോ ഓപ്ഷൻസ് നിങ്ങൾക്ക് തെറ്റി തുടങ്ങി. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ പാട്ട് പാടി ആൻസർ ചെയ്തു, നിങ്ങൾ കറക്റ്റ് ചെയ്തു. കറക്റ്റ് ചെയ്തവർക്ക് മനസ്സിലായി യെസ് എന്നൊന്ന് ആൻസർ ചെയ്തേ. സോ ഐ വിൽ ബി, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഗുഡ് അനീറ്റ, ഗുഡ്. റെസ്പോൺസ് വേണം പിള്ളേരെ. 100. ഓക്കെ, നോട്ട് അണ്ടർസ്റ്റുഡ്. ഖദീജ ഇത്രേ ഉള്ളൂ. ഖദീജ മനസ്സിലായില്ലെങ്കിൽ ഇത്രേ ഉള്ളൂ. ഖദീജ, നമ്മൾ ഹയർ എഡ്യൂക്കേഷനിൽ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ഒരിക്കലും ഒരു കാര്യം തള്ളി കയറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇപ്പൊ അടുത്ത പഠിക്കാൻ പോകുന്ന സാധനം പഠിച്ചു കഴിഞ്ഞാൽ മെമ്മറി ലെവല്, ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ലെവല്, റിഫ്ലക്റ്റീവ് ലെവല്. നൂറ ബിഗിനർ ആണ്, അതൊരു പ്രശ്നമില്ല. ബിഗിനർ ആയിട്ടുള്ളവരെ ഡീൽ ചെയ്യാനായിട്ടല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ആദ്യം മുതൽ ക്ലാസ് സ്ട്രക്ചർ ചെയ്ത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഒട്ടും അറിയാത്ത ആളെ കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാരണം ഞാൻ ഡിഗ്രി മാസ്റ്റേഴ്സ് ചെയ്ത സമയത്ത് ആദ്യത്തെ നെറ്റ് എഴുതിയപ്പോ എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ BEdന് സൈക്കോളജി, സോഷ്യോളജി, ഫിലോസഫി, എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കുറെ സാധനങ്ങൾ അത് പഠിച്ചിട്ട് എനിക്ക് ബോധം വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് സ്വന്തമായിട്ടിരുന്ന് പഠിച്ച് കുറെ റിസർച്ച് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തപ്പോഴാണ് എനിക്കൊരു ബോധം വന്നത്. ആ ബോധം, അതുകൊണ്ട് തുടക്കം മുതൽ ഈ ഒരു അവസ്ഥ വരെയുള്ള ആ ഒരു പ്രോസസ്സ് എനിക്കറിയാം. അത് പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഡോൺ വറി. സോ ആരായിരുന്നു നമ്മുടെ അടുത്ത് മനസ്സിലായില്ലെന്ന് പറഞ്ഞ ഖദീജ? ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻഡോക്ട്രിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് ഇപ്പൊ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഒന്നുമില്ല. അവിടെ നമ്മൾ അങ്ങ് പറഞ്ഞു കൊടുക്കുവാണ്. മെമ്മറി അങ്ങോട്ട് കയറ്റി കൊടുക്കുവാണ്. ഇല്ലെങ്കിൽ തിന്നില്ലെങ്കിൽ നിന്നെ പിടിച്ചോണ്ട് പോകാൻ ഭൂതം വരും എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അഡൾട്ട് ഒരു ഐഡിയ കുത്തി നിറച്ചു കൊടുക്കുകയാണ്. അത് ടീച്ചിങ് അല്ല. അതുകൊണ്ടാണ്
നമ്മൾ ഇൻഡോക്ട്രിനേറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ നമ്മൾ ഒരു ബിലീഫ്സ് നമ്മുടെ ആരായിരുന്നു അത് പറഞ്ഞത്, നമ്മുടെ മിത്ത് അങ്ങോട്ട് കയറ്റി വിടുന്നത് ആരാണ്? അശ്വതി പറഞ്ഞ കണക്ക് ഒരു മിത്ത് കയറ്റി വിടുകയാണ്. അതൊരിക്കലും എന്താണ്? ടീച്ചിങ് അല്ല, ടീച്ചിങ് പ്രോസസ് അല്ല, എവിടത്തെ ടീച്ചിങ് പ്രോസസ് അല്ല. അന്നേരം നിങ്ങൾ ചോദിക്കും കൊച്ചു ക്ലാസ്സിലൊക്കെ അങ്ങനെ ചെയ്യുന്നില്ലേ? എടോ, നമ്മൾ പഠിക്കുന്ന ഹയർ എഡ്യൂക്കേഷനെ കുറിച്ചാണ്, അതുകൊണ്ട് അത് ആൻസർ അല്ല. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ബാക്കിയുള്ളവർ ആൻസർ ഒന്നും നോക്കല്ലേ, സ്വന്തമായിട്ട് ചെയ്യണേ. ഇതെന്റെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശമാണ്. നിങ്ങൾ ഓപ്ഷൻസ് ഒന്നും നോക്കാതെ കണ്ണടച്ച് ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഓപ്ഷൻസ് ഒന്നും നോക്കാതെ സ്വയം മനസ്സിൽ നിന്നുള്ള ആൻസർ. ബി എഡുകാരും ഒക്കെ ചെയ്തോ ഇത്? ബി എഡുകാരും ഒക്കെ തെറ്റിക്കുന്ന സാധനം. ഒരു കുട്ടി പഠിച്ചില്ലെങ്കിൽ ആരാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്? ആർക്കാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്? എന്ത് കാരണമാണ്? ഓക്കെ ഓക്കെ, സ്വന്തമായിട്ട് ബാക്കിയുള്ളവരുടെ ഓപ്ഷൻ ഒന്നും നോക്കരുത്. ഓക്കെ, എനിക്ക് സന്തോഷമായി. എന്താണെന്നറിയാവോ, കുറെ പേര് തെറ്റിക്കുന്നുണ്ട്. എന്നെ ഭയങ്കര വൃത്തികെട്ടവനായിട്ട് കരുതരുത്. കാരണം നിങ്ങൾ തെറ്റിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് സന്തോഷമില്ല. എനിക്ക് നിങ്ങളുടെ ആ ഒരു ഫോൾട്ട് കണ്ടുപിടിച്ചു എന്നുള്ള സന്തോഷമാണ്. വേറെ ഒന്നുമല്ല, നിങ്ങൾ തെറ്റിച്ചപ്പോ എനിക്ക് ചിരി ഇപ്പം വന്നു, നല്ല രീതിയിൽ ഹാപ്പിയായി. കാരണം കുറെ ബി അല്ലേ ബി ഒക്കെ ചറ മറ വരുന്നു. ഐ ടൈപ്പ് മിസ്റ്റേക്ക് ബി. ഓക്കെ ഓക്കെ, എടോ, നിങ്ങൾ ആൻസർ ചെയ്തവരിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. എ ട്രെൻഡ് എ ആയി പെട്ടു, എല്ലാവരും പെട്ടു. ഞാൻ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. എന്നാണ്ട് ഈ ഒരു 2 പിക്ചർ ശ്രദ്ധിക്കുക. നമ്മള് ഇവിടെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെ എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്, ഗുഡ്. ഞാൻ നിങ്ങളുടെ പേര് വിളിക്കാത്തത് നമുക്ക് മാക്സിമം കണ്ടന്റ് കവർ ചെയ്ത് പോകണം, അതുകൊണ്ടാണ്. വെരി ഗുഡ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 2 വ്യക്തികൾ നിൽക്കുക. ഇയാള് ചുമ്മാ വന്ന് ഇന്നൊരു ഒരു കാര്യം ഈ ആൻസർ ചെയ്യാൻ വന്നിരുന്ന തെറ്റിച്ച ആൾക്കാരുടെ എല്ലാ അവസ്ഥ ഇതാണ്, തെറ്റിക്കാത്ത ആൾക്കാരുടെ അവസ്ഥ ഇതാണ്. ഇയാൾക്കുള്ള സെൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ സെൻസ്. എന്താണ്? കോമൺ സെൻസ്. ഈ കോമൺ സെൻസുമായിട്ട് വന്ന് ഇന്ന് ആൻസർ ചെയ്യാൻ നിന്നാ നമ്മൾ എക്സാമിന് 5 or 10 മാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. 5 ക്വസ്റ്റ്യനിൽ നിന്ന് 10 മാർക്ക് പോകും. നമുക്ക് വേണ്ട സെൻസ് ആണ് ടീച്ചർ സെൻസ്. ഓക്കെ, നമുക്ക് വേണ്ട സെൻസ് എന്താണ്? ടീച്ചർ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മൾ ഇൻഫോർമൽ ആയിട്ട് ഒരു ഇൻഡ്യൂഷൻ അനുസരിച്ച് ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആൻസർ പറയരുത്. നിങ്ങൾ UGC നെറ്റും പേപ്പർ 1 ജനറൽ പേപ്പർ ഓൺ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പേപ്പറിലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ് നിങ്ങൾ എഴുതുന്നത്. സോ നിങ്ങൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ഒരു ബോധമുള്ള ആൾക്കാരായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ആൻസർ ചെയ്യണം. അങ്ങനെ ആൻസർ ചെയ്യണം. സോ നിങ്ങൾക്ക് എന്ത് വേണം? ഒരു ടീച്ചർ സെൻസ് വേണം. ആ ടീച്ചർ സെൻസ് വെച്ച് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ആൻസർ എന്താണ്? ഡി ആണ്, ടീച്ചറാണ് ആൻസർ. നമ്മൾ UGC നെറ്റ് എക്സാം എഴുതുമ്പോൾ UGC ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡിമാൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ഉണ്ട്. അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു കുട്ടി പഠിച്ചില്ല എന്ന് വെക്കുമ്പോൾ നമ്മൾ സാധാരണ ആലോചിക്കുന്നത് എന്തുവാ? ആ കുട്ടിക്ക് വലിയ കോഗ്നിറ്റീവ് എബിലിറ്റി ഇല്ല, അത് ശരിയാണ്, ഔട്ട്, 2 മാർക്ക് പോയി. ആ ലേണിംഗ് എൻവയോൺമെന്റ് നമ്മൾ നമ്മുടെയൊക്കെ അവസ്ഥ ആലോചിക്കും. നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മാത്സ് അറിയത്തില്ലായിരുന്നു, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നല്ല എൻവയോൺമെന്റ് അല്ലായിരുന്നു, എന്റെ വീട്ടിലൊക്കെ പ്രശ്നം, ഇല്ലെങ്കിൽ എനിക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയില്ല, നല്ല ടീച്ചേഴ്സിനെ കിട്ടിയില്ല, പിന്നെ പേരന്റിന്റെ സപ്പോർട്ട് ഇല്ല. ഇതൊക്കെ നിങ്ങൾ ആൻസർ ചെയ്ത് എപ്പോ കോമൺ സെൻസുമായിട്ട് നടക്കുമ്പോൾ നിങ്ങൾ ആരാകാനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന? ഒരു ടീച്ചർ ആകാനായിട്ട് വന്നിരിക്കുക. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾ ടീച്ചറാണ്. ഒരു ടീച്ചിങ് പ്രോസസ്സ് ക്ലാസ്സിൽ നടന്നില്ല. പ്രാക്ടിക്കൽ സെൻസ്, ഞാൻ +1 +2 ഗസ്റ്റ് ടീച്ചറായിട്ടൊക്കെ വർക്ക് ചെയ്ത ആളാണ്. ഞാൻ അന്നേരം വലിയ കാര്യത്തിൽ എക്കണോമിക്സ് ഒക്കെ പഠിച്ച് കിടിലായിട്ട് എന്ന് CBSE സ്കൂളിൽ നവോദയയിൽ ഞാൻ പഠിച്ചത് നവോദയയിലാണ്. നവോദയയിൽ തന്നെ 3 month ഞാൻ വർക്ക് ചെയ്തായിരുന്നു. അന്നേരം അവിടെ CBSE നല്ല പഠിക്കുന്ന കൊല്ലത്തെ ഏറ്റവും ബെസ്റ്റ് 40 പിള്ളേര്. ഓക്കെ, ഇവരൊക്കെ സൂപ്പറായിട്ട് പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഒരു സ്കൂളിന്റെ പേര് ഞാൻ പറയുന്നത്, നവോദയ നല്ല സ്കൂൾ ആയതുകൊണ്ടാണ് ഞാൻ പൊക്കി പറഞ്ഞത്. വേറൊരു സ്കൂളിൽ ഞാൻ ചെന്നപ്പോ പല സ്കൂളിലെ അവസ്ഥ ഇതാണ്, കുട്ടികൾക്കൊന്നും ഒന്നും വേണ്ട. ഇവന്മാരെ എങ്ങനെ പഠിപ്പിക്കും? കുറച്ച് മോശമായിട്ടുള്ള പരിപാടിയൊക്കെ, മിണ്ടാവിടിരുന്നോണം, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണമെന്നായിരിക്കും നമ്മുടെ ചിന്ത. പക്ഷെ ഞാൻ പറയുകയാണ്, ഞാൻ ഫ്രഷർ ആയിരുന്നു ആ സമയത്തും. ഞാൻ എക്സ്പെരിമെന്റ് ചെയ്ത് പിള്ളേരെ എല്ലാം ക്ലാസ്സിൽ ശ്രദ്ധയോടെ ഇരുത്താൻ ഞാൻ ശ്രമിച്ചു. സോ ഒരു ക്ലാസ്സിൽ കൃത്യമായി ആൻസർ പറയാതെ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ ഉത്തരവാദിത്ത ടീച്ചറാണ്. പല പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ ടീച്ചറാണ് ഉത്തരവാദി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ UGC
ഓക്കെ, അശ്വതി നവോദയനാണല്ലേ? ഓക്കെ, നവോദയൻസിന്റെ ഇടയിലുള്ള ഒരു ബോണ്ട് ഉണ്ട്. അശ്വതി, ഞാൻ കൊല്ലം നവോദയ, അശ്വതി നവോദയ എന്ന ഇടയ്ക്ക് ചാറ്റ് ചെയ്താൽ മതി. സോറി, ഡിവൈഡ് ചെയ്ത് പോയി. സോ ടീച്ചർ ആണ് ആൻസർ. എന്താണ്? ടീച്ചർ ആണ് ആൻസർ. എന്താണ്? ടീച്ചർ ആണ് ആൻസർ. ആ ഒരു ബോധം കിട്ടിയല്ലോ. സോ നിങ്ങളിൽ എത്ര പേർക്ക് ടീച്ചർ സെൻസ് കിട്ടി? ആൻസർ ചെയ്തേ. ടീച്ചർ സെൻസ് കിട്ടിയോ? ടീച്ചർ സെൻസ് കിട്ടിയോ പിള്ളേരെ? ഐ നീഡ് റെസ്പോൺസ്. 149 പേര് ഇവിടെ ഉണ്ട്, ഉറങ്ങുന്നില്ലെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ഇല്ലാത്ത ഒരു സാധനം നിങ്ങൾക്ക് കിട്ടി. സോ നിങ്ങൾക്ക് എന്ത് നൽകി? ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഞാൻ ഇവിടെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പേപ്പറിൽ നിങ്ങൾ ഓരോ ഒബ്ജക്റ്റീവ്സ് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ടിക്ക് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലായോ ഇല്ലയോ എന്ന്. സോ സിലബസ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തു, കൺസെപ്റ്റ് പഠിച്ചു, അതൊരു ആപ്ലിക്കേഷൻ ലെവലിൽ പഠിച്ചു, ടീച്ചർ സെൻസ് കിട്ടി. ഓക്കെ, ടീച്ചർ സെൻസ് നിങ്ങൾക്ക് കിട്ടിയല്ലേ? ഉറപ്പാണേ? ഇനി തിരുത്തി പറയരുത് ടീച്ചർ സെൻസ് കിട്ടിയില്ലെന്ന്. സോ ടീച്ചർ സെൻസ് കിട്ടിയവരടുത്ത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ആൻസർ ചെയ്യണം. ടീച്ചർ സെൻസ് ആൻസർ ചെയ്തില്ലെങ്കിൽ അവരെ ഞാൻ ഓടിക്കും. ടീച്ചർ സെൻസോടാ, കോമൺ സെൻസ് അല്ല, ടീച്ചർ സെൻസ്. ശല്യപ്പെടുത്തുന്നില്ല, വായിക്കുക, ആൻസർ ചെയ്യുക. എനിക്കൊരു എല്ലാവരും ആൻസർ ചെയ്യും. ഞാൻ 2 മിനിറ്റ് തരാം. വേറെ ആരുടെ ആൻസർ നോക്കരുത്. ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. 2 മിനിറ്റ് തരത്തില്ല, ഞാൻ 1 മിനിറ്റ് തരും. സ്പീഡ് ആൻസർ ചെയ്യും. വേറെ ആരെയും നോക്കല്ലേ, ട്രെൻഡ് കണ്ട് ആൻസർ ചെയ്യരുത്. ഓക്കെ, പേരൊന്നും വിളിക്കുന്നില്ല. ഷിഫാന, സറിക, സുഹാന, അനീറ്റ, ഹസീന, എല്ലാരും പക്ക, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ആൻസർ പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഈ ടീച്ചർ സെൻസ് തരുന്നതിന് മുമ്പ് ഈ ആൻസർ ചെയ്യുമായിരുന്നു? നിങ്ങൾ ടീച്ചർ സെൻസ് ഇല്ലായിരുന്നെങ്കിൽ ഓബിയസ്ലി ആൻസർ ചെയ്യുന്ന ഏതാണെന്ന് ഒന്ന് റിപ്ലൈ ചെയ്തേ. ടീച്ചർ സെൻസ് ഇല്ലാത്ത സിറ്റുവേഷനിൽ നിങ്ങൾ ആൻസർ ചെയ്യുന്ന ഏതായിരിക്കും? സി. ഓക്കെ, ഉറപ്പ്. ഓക്കെ, അതാണ് ഇവിടത്തെ കാര്യം പിള്ളേരെ. ഓക്കെ, നമ്മൾ പിള്ളേരെ എന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്റെ ഏകദേശം ഏജൊക്കെ ഉള്ളവരായിരിക്കും. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ എന്താണ് ടീച്ചിങ് എയ്ഡ്സ്. ഞാൻ ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഞാൻ ക്ലാസ് തുടങ്ങിയ സമയത്ത് എന്റെ ഒരു AI ഫോട്ടോ ഉണ്ടാക്കിയിട്ട് വെക്കാനായിട്ടാണ് ശ്രമിച്ചത്. പക്ഷെ കിട്ടിയത് കുറച്ച് മുടിയുള്ള, കുറച്ചും കൂടെ ലുക്കുള്ള ഒരാളാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇയാളെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, സോ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ടീച്ചർ സെൻസ് ഇല്ലാതെ നിങ്ങൾ ആൻസർ ചെയ്തിരുന്നെങ്കിൽ ഒരു ക്ലാസ്സിൽ ടീച്ചിങ് എയ്ഡായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത്, ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ച പോലെ ഫോട്ടോസും കാര്യങ്ങളിലും ഉപയോഗിക്കുന്നത് ക്ലാസ് ഡെക്കറേറ്റ് ചെയ്യാനും, കുട്ടികളെ ഇംപ്രസ് ചെയ്ത് സ്റ്റിമുലേറ്റ് ചെയ്യാനും, സ്റ്റുഡൻസിന് ക്ലാസ് മോർ അട്രാക്റ്റീവ് ആക്കാനും ആയിരിക്കും. ഇത് മൂന്നും ആയിരിക്കും നിങ്ങൾ മെജോറിറ്റി ഓഫ് ആൾക്കാർ ആൻസർ ചെയ്യുന്നത്. പക്ഷെ അങ്ങനല്ല. ആൻസർ എന്താണ്? കുട്ടികളുടെ അണ്ടർസ്റ്റാൻഡിങ്, റീറ്റൻഷനും. നിങ്ങൾ പ്രൊഫഷണലി ടീച്ചറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ട് ആൻസർ ചെയ്യണം. സോ ആൻസർ കിട്ടിയല്ലോ. സോ ഇറ്റ് വിൽ ബി ഡി. ബാക്കി ഉള്ള ആൻസർ ഇനി വരരുത്. സോ നിങ്ങൾ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും 148, 149 നമ്മുടെ മീറ്റിന്റെ മാക്സിമം കപ്പാസിറ്റി കുട്ടികൾ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ഈ ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അണ്ടർസ്റ്റാൻഡിങ്, റിറ്റൻഷനും ആണ് മെയിൻ ഒബ്ജക്റ്റീവ്. വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. ഓക്കെ, സോ ഞാൻ പറയുന്ന കാര്യത്തിൽ ഇത്രയും ഞാൻ പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി, നിങ്ങൾക്ക് കുറച്ച് ഇൻസൈറ്റ്സ് കിട്ടി. അതെന്താണെന്ന് ഞാൻ പറയട്ടെ. ഒന്നാമത്തത്, നിങ്ങൾ തന്നെ ആൻസർ ചെയ്യണം. ഈ സിലബസ് എനഫ് ആണോ? നമുക്ക് UGC തന്നിരിക്കുന്ന സിലബസ്, ഈ സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ, ആ സിലബസിലെ ടേംസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ വല്ല പരിപാടിയും നടക്കും. UGC തന്നിരിക്കുന്ന ഒരിക്കലും നടക്കത്തില്ല. ഞാൻ ഒരു സത്യം പറയാണ്, ഇവിടെ ഒരു സത്യം പറയാണ്. ഞാൻ ആദ്യകാലങ്ങളിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിപ്പിക്കുമ്പോൾ ഞാൻ ചെന്ന് ടീച്ചിങ് എന്താണ്, ഞാൻ സത്യം പറയാണ്, ഞാൻ തെറ്റൊന്നും പറയേണ്ട ആവശ്യമില്ല, ഞാൻ കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല. ഞാൻ ചെന്ന് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് എന്താണ്, ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഞാൻ പ്രാക്ടീസിലൂടെ, എക്സ്പീരിയൻസിലൂടെ, ബോധത്തിലൂടെ മെത്തഡോളജി മാറ്റിക്കൊണ്ടുവന്നതാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ വേസ്റ്റ് ഏരിയ. ഓക്കെ, വാസ്റ്റ് ഏരിയ എന്നായിരിക്കും ഉദ്ദേശിച്ചത്, വേസ്റ്റ് ഏരിയ എന്നാണ് വന്നത്. ഓക്കെ, വാസ്റ്റ് ഏരിയ ആണ് സിലബസ്. അതെ, നൂറ പറഞ്ഞ പോലെ വാസ്റ്റ് ഏരിയ എന്നാണ് നൂറ ഉദ്ദേശിച്ചത്. വേസ്റ്റ് ചിലപ്പം നൂറ വേസ്റ്റ് എന്ന് ഉദ്ദേശിച്ചാണ് കേട്ടോ, പറയാൻ പറ്റത്തില്ല. ഓക്കെ, എനിവേ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇങ്ങോട്ട് നോക്കിക്കേ. സിലബസ് എനഫ് അല്ല. പക്ഷെ സിലബസ് എന്താണ്? വാസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ PhD എടുക്കാനല്ല പഠിക്കുന്നത്, മാത്രമല്ല നിങ്ങൾ സിംപിളി ഇതിന്റെ ഡെഫിനിഷൻ പഠിക്കാനുമല്ല ഇരിക്കുന്നത്. സോ ഈ സമയത്ത് നമുക്ക് വേണ്ടത് എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് കൺസെപ്ച്വൽ ക്ലാരിറ്റി വേണം. എന്താണ്?
ഈ പറയുന്ന എന്താണ് ലെവൽസ് ഓഫ് ടീച്ചിങ്, നമ്മളിപ്പം പഠിക്കാൻ പോകുന്ന ഒരു സാധനമാണ് ലെവൽസ് ഓഫ് ടീച്ചിങ്. എന്താണ് ലെവൽസ് ഓഫ് ടീച്ചിങ്, എന്താണ് ഇതിനകത്ത് പറയുന്ന കൊഗ്നിഷൻ, മെറ്റാ കൊഗ്നിഷൻ, കുറെ വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുക. ഇഡ് ഈഗോ, സൂപ്പർ ഈഗോ, ബിഹേവിയറിസം, ക്ലാസിക്കലിസം, സ്റ്റിമുലസ്, ചുമ്മാ പറയാ നിങ്ങളെ പേടിപ്പിക്കാൻ. ഈ സാധനങ്ങളൊക്കെ എന്താണെന്നുള്ള കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. മാത്രമല്ല കൺസെപ്റ്റ് പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. റീസെന്റ് UGC നെറ്റ് എക്കണോമിക്സിന്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് റൂമിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്ലാസ് റൂമിനകത്ത് പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് ഇത്രയും എഫേർട്ട് എടുത്ത് ചുമ്മാ സമയം കളയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിള്ളേരെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5+ മാർക്സ് കിട്ടും. 5+ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് 10+ മാർക്സ് കിട്ടും. ക്രൂഷ്യൽ ആയിട്ടുള്ള 10+. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് അറിയാം. എനിക്ക് ഫസ്റ്റ് UGC നെറ്റ് കിട്ടാതിരുന്നത് 2 മാർക്കിനാണ്. ഓക്കെ, അന്ന് നമ്മുടെ എക്കണോമിക്സുകാർ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. സ്കൂൾസ് ഓഫ് തോട്ട്, വളരെ ബേസിക് ആയിട്ടുള്ള സ്കൂൾസ് ഓഫ് തോട്ട്, എല്ലാ സ്റ്റഡീസിലും സ്കൂൾസ് ഓഫ് തോട്ട് കാണും. ആ സ്കൂൾസ് ഓഫ് തോട്ടിന്റെ ഓർഡർ എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് ആ ഒരു നെറ്റ് കിട്ടാഞ്ഞത്. ഓക്കെ, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്, നമ്മൾ നോക്കിയില്ല. ഓക്കെ, അതേപോലെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, റിലവന്റ് ആയിട്ടുള്ള ഐഡിയാസ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ UGC നെറ്റ് നമ്മുടെ കയ്യിലിരിക്കും. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് തന്നെ ടീച്ചിങ്ങിൽ കുറെ പഠിക്കുന്നതാണ്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ, കണ്ടോ കോമൺ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ICT-യില് ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ കോമൺ ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുറെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ലേണിംഗ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ, ഓക്കെ, ടെക്നിക്കൽ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ ഇൻ, ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന സാധനമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ലൈഫിൽ, ഞാൻ എന്റെ ലൈഫിൽ പ്രാക്ടിക്കൽ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് വെൻ ഡയഗ്രാം അപ്രോച്ച്. ഇതൊക്കെ ഇതൊരു നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ആണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒന്ന് ജസ്റ്റ് യൂസ് ചെയ്യാണ്. ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ഇന്ത്യൻ എക്കണോമിക് സർവീസ് എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി ഞാൻ പഠിക്കുവാണെങ്കിൽ ഞാൻ അതിനകത്ത് എക്കണോമിക്സ് പഠിക്കും, അല്ലേ? ഈ എക്കണോമിക്സിൽ എനിക്ക് ജനറൽ ആയിട്ടുള്ള കുറെ ടോപ്പിക്കുകൾ ഇന്ത്യൻ എക്കണോമിക് സർവീസ് എക്സാമിലുണ്ട്. ഓക്കെ, ആ ജനറൽ ടോപ്പിക്സ് ഞാൻ എന്താണ് പഠിക്കുമ്പോൾ UPSC-യും കൂടെ നോക്കിയാലോ, അങ്ങനെ ഒരു ചിന്ത വരും. ഓക്കെ, അതേപോലെ നിങ്ങൾ PG-യിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് പ്രത്യേകിച്ച് പറയാണ്, നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. സോ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷനിലെ കുറെ പാർട്ട് നമുക്ക് വരും കോമൺ ആയിട്ട്. ഓക്കെ, ഹയർ എഡ്യൂക്കേഷനിലെ പാർട്ട് വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് ICT-യിലെ പാർട്ട് വരും. സോ നിങ്ങൾ ഏത് എക്സാമിന് പഠിക്കുവാണെങ്കിലും ആ ഒരു വെൻ ഡയഗ്രാം അപ്രോച്ച് നിങ്ങൾ യൂസ് ചെയ്യുക. വളരെ സൂപ്പർ, എന്റെ ഐഡിയ ആണ്. വളരെ ഞാൻ സീക്രട്ട് ആയിട്ട് വെച്ചാണെന്നൊന്നും പറയുന്നില്ല. എല്ലാവർക്കും കോമൺ സെൻസ് ഉപയോഗിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, സോ നമ്മൾ ഇനി മുന്നോട്ട് പോവാണ്. ഇത്രയും പറഞ്ഞ ക്ലിയർ അല്ലേ? ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? റെസ്പോൺസ് തന്നാൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോവാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, കാർത്തിക, അജീഷ, അറിയ, നിങ്ങളുടെ റെസ്പോൺസ് ആണ്. വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നവരൊക്കെ ഓൺ ആക്കി വെച്ചേക്കണേ. ഞാൻ ഇപ്പം നിങ്ങൾ, എനിക്കറിയാം, ഞാൻ കുറെ ഫ്രീ സെക്ഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള പല അക്കാഡമീസിന്റെയും ഫ്രീ സെക്ഷൻസും പല അക്കാഡമീസിന്റെ ഫ്രീ സെക്ഷൻസ് എടുത്തിട്ടും കണ്ടിട്ടും എല്ലാം ഉള്ള. ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനത്തിന് നമുക്കൊരു വില കാണത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ചരിഞ്ഞും മലന്നും ഒക്കെ ഇരുന്ന് ക്ലാസ് കാണും, ശ്രദ്ധിക്കത്തില്ല. ഞാൻ നിങ്ങളിൽ പലരും വീഡിയോ ഓൺ ആക്കി വെച്ചു. താങ്ക് യു ഫോർ ദാറ്റ്. അതെന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ ഈ പഠിക്കാൻ വന്നതിൽ ഏറ്റവും ഈ സാധനം പഠിക്കണമല്ലോ എന്ന് കരുതി വന്ന ടോപ്പിക് ആയിരിക്കും. അത് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് ഞാൻ കുറച്ച് റിസർച്ച് ചെയ്ത് പണിയെടുത്തിട്ട് വന്നേക്കും. അല്ല ചുമ്മാ എന്തെങ്കിലും കാണിച്ചു കൂട്ടാൻ വന്നതല്ല ഞാൻ. ഓക്കെ, സോ നമ്മൾ ഇനി ടീച്ചിങ് പ്രോസസ്സിലേക്ക് പോവുകയാണ്. ടീച്ചിങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ് പ്രോസസ്സിൽ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരാൾക്കാരുണ്ട്. ഈ ടീച്ചേഴ്സിനെ നമ്മൾ വിളിക്കുന്ന വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, സ്റ്റുഡൻസ് എന്താണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. വലിയ കാര്യമൊന്നുമില്ല, ഇതൊന്നും ടെക്നിക്കലായിട്ട് പഠിക്കേണ്ടേ. ടീച്ചർ എന്ന് പറയുന്ന ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന, ഇൻഡിപെൻഡന്റ് ആയിട്ട് ടീച്ചേഴ്സ് നിൽക്കും. പക്ഷെ കുറച്ച് ഫീഡ്ബാക്കും കൂടെ പരസ്പരം ബന്ധം വരുന്നുണ്ടേ. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ പണ്ട് കാലത്ത് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ടു വേ പ്രോസസ് അല്ല, 2 ഡയമെൻഷണൽ പ്രോസസ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ കണ്ടന്റ് മെറ്റീരിയൽസ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ടീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ് എന്താണ്, ഇത് 3 ഡയമെൻഷണൽ പ്രോസസ് ആണെന്ന് പറഞ്ഞ് കാണിച്ചേക്കുവാണ്. ടീച്ചിങ് സത്യം പറഞ്ഞ ഒരു മൾട്ടി ഡയമെൻഷണൽ പ്രോസസ് ആണ്. ഇതൊക്കെ അറിഞ്ഞാൽ മതി, കൂടുതലൊന്നും നോക്കണ്ട. സോ ഈ ഒരു ബന്ധം നമ്മൾ മനസ്സിലാക്കി എടുക്കുക, മനസ്സിൽ വെച്ചേക്കുക.
ഓക്കെ, സോ ഇനി നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. സിലബസിലേക്ക് പറഞ്ഞിരിക്കുന്ന എന്തിനോട് കടക്കാം? ടോപ്പിക്കിലേക്ക് കടക്കാം. അതാണ് ലെവൽസ് ഓഫ് ടീച്ചിങ്. ലെവൽ ഓഫ് ടീച്ചിങ്. ഈ ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ എന്തുവാ പറയുന്നത്? ഒന്ന് ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തേ. സിലബസ് എഴുതി എടുത്തവരൊക്കെ കാണും, വായിച്ചവർ കാണും, ഇപ്പം കണ്ടവർ കാണും. ലെവൽസ് ഓഫ് ടീച്ചിങ്ങിൽ എന്തൊക്കെയാണ് പറയുന്നത്? ലെവൽസ് ഓഫ് ടീച്ചിങ്ങിൽ എന്തൊക്കെയാണ് പറയുന്നത്? എത്ര ലെവലുണ്ട്? എത്ര ലെവലുണ്ട്? ഇതൊന്നും എക്സാമിന് ചോദിക്കത്തില്ല, ഐഡിയ ഉണ്ടാക്കി തരാൻ ഞാൻ പറയുകയാണ്. എത്ര ലെവലുണ്ട്? എത്ര ലെവലുണ്ട്? 3 ലെവല്. സനിക, മെമ്മറി, അണ്ടർസ്റ്റാൻഡിങ്, റിഫ്ലക്റ്റീവ്. സോ ഓക്കെ, ഗുഡ്. മിന്നു, ശ്രീലക്ഷ്മി, എല്ലാരും, ആരതി, അഡ്വക്കേറ്റ് ഡാനി, ക്യാമ്പസ് സ്റ്റുഡന്റ്, ക്യാമ്പസ് കാര്യവട്ടം ക്യാമ്പസിലെ സ്റ്റുഡന്റ് ആണോ? ഓക്കെ, സോ ഞാൻ പറയുന്ന ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ലെവൽസ് ഓഫ് ടീച്ചിങ് മനസ്സിലാക്കേണ്ട സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നമ്മൾ ടീച്ചിങ് ഓൾറെഡി ഒരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ആണെന്ന് പഠിച്ചു, ഒരു ഡിസൈറബിൾ ചേഞ്ച് ഉണ്ടാക്കാനാണെന്ന് പഠിച്ചു. ടീച്ചിങ്ങും ലേണിംഗും എന്ന് പറയുന്ന 2 പ്രോസസ്സും വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുള്ളതാണെന്ന് പഠിച്ചു. സോ ഈ ടീച്ചിങ് പ്രോസസ്സ് നടത്തുമ്പോൾ നമ്മളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തി ഇൻഎക്സ്പീരിയൻസ്ഡ് പേഴ്സണ് കൺവേർട്ട് ചെയ്ത് ആ നോളജ് കൊടുക്കുന്ന പ്രോസസ് ആണെന്ന് പഠിച്ചു. പിന്നെന്താണ്, ഒരു പെർമനന്റ് ആയിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു. ഓക്കെ, സോ അതെ, ഗുഡ് ഐഷ. ഇവിടെ നമുക്ക് 3 ലെവൽസ് ആണുള്ളത്. നൂറ, MLT, ULT, RLT. അത് തന്നെയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. തോട്ട്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് അപ്പർ തോട്ട്ഫുൾ സിറ്റുവേഷനിലേക്ക് പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലെവൽസ് ഓഫ് ടീച്ചിങ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കൊരു ഡയഗ്രാം ആയിട്ട് വരയ്ക്കുവാണെങ്കിൽ, ലീസ്റ്റ് ഏറ്റവും തോട്ട്ഫുൾനെസ് കുറഞ്ഞതാണ് മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ മാത്രമുള്ളതാണ് അതിന്റെ താഴെ, റിഫ്ലക്റ്റീവ് ലെവലാണ് അതിന്റെ താഴെ. സോ 3 ലെവലും നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, സോ ഇത് ഒരു ഹൈറാർക്കി ആയിട്ട് മനസ്സിലാക്കി വെക്കുക. സോ നമ്മൾ ടെക്നിക്കലി നോക്കുവാണെങ്കിൽ, ഇതിന്റെ മെത്തഡോളജി അല്ലെങ്കിൽ കുറെ റിസർച്ച് ഒക്കെ ചെയ്തൊക്കെ നോക്കുവാണെങ്കിൽ, ആ റിസർച്ച് ഒന്നും പഠിക്കണ്ട. നമ്മൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. മോറിസെൽ ബിഗി എന്ന് പറയുന്ന ആൾ ഇതൊന്നും പഠിക്കേണ്ട. 1976 ക്ലാസ്സിന്റെ സമയത്ത് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ ഞാൻ പറയുന്നതാണ്. പുള്ളിക്കാരൻ കൊണ്ടുവന്ന ഒരു സാധനമാണ് കണ്ടിന്യൂ. ഓക്കെ, കണ്ടിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോട്ട്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് തോട്ട്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരെ പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ ഒരു ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. സോ അദ്ദേഹം പറയുന്ന അനുസരിച്ച് ഒന്നാമത്തത്, നമ്മൾ 3 ലെവൽസ് ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ക്ലാരിറ്റി വരുത്താൻ ആദ്യം ഓട്ടോണമസ് ഡെവലപ്മെന്റ്, മെമ്മറി ലെവല്, അണ്ടർസ്റ്റാൻഡിങ് ലെവല്, റിഫ്ലക്റ്റീവ് ലെവല്, 3 ലെവലാണ്. അതിന് മുമ്പ് ഒരു സാധനമുണ്ട്, അത് വളരെ സിമ്പിൾ ആണ്. ഓട്ടോണമസ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ടീച്ചർ എന്ന് പറയുന്ന ആളെ ഇല്ല, നെഗറ്റീവ് റോളാണ് അയാൾക്കുള്ളത്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മോശം റോൾ എന്നല്ല, അയാൾ ഇല്ല. ഓക്കെ, ഓട്ടോണമസ്, നമ്മൾ സ്വന്തമായിട്ട് എന്താണ് ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്താണ് സ്കൂൾ കൊണ്ടേ ആക്കും? ഇല്ല, നമ്മൾ സ്റ്റുഡൻസിന്റെ ആയിട്ട് ഒരു വ്യക്തി സ്വന്തമായിട്ട് നടക്കാൻ ജനിച്ച് കുഞ്ഞായിട്ടിരിക്കുമ്പോൾ ഉള്ള സിറ്റുവേഷൻ ആണ് ഇവിടെ പഠിക്കുന്നത്. സോ ഇവിടെ ടീച്ചറിന്റെ ഒരു റോളും ഇല്ല. ഓക്കെ, ഇവിടത്തെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ് എന്താണ്, ജസ്റ്റ് നാച്ചുറലി ഹാപ്പൻ ചെയ്യുന്നതാണ്. പിന്നീട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഫോർമൽ ടീച്ചിങ്ങിന്റെ ആവശ്യകതയില്ല. ഞാൻ ഈ പറയുന്ന കീ വേർഡ്സ് പഠിച്ചാൽ മതി, നിങ്ങൾ ഈ തിയറി ഒന്നും വായിച്ച് കഷ്ടപ്പെടേണ്ട. ഞാൻ ഇവിടെ ഫോർമൽ എന്ന് പറയുന്ന വാക്ക് പറയുമ്പോൾ ഞാൻ റിലേറ്റ് ചെയ്ത് 3 വാക്കുകൾ പറയാണ്: ഫോർമല്, ഇൻഫോർമല്, നോൺ ഫോർമല്. ഓക്കെ, സോ ഞാൻ ഒരു കാര്യം പറയാണ്, ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് സോഷ്യോളജി മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. സോഷ്യോളജി MA എടുക്കുന്ന ഞാൻ ഏത് ലേണിംഗ് ടൈപ്പ് ആണ്? ഫോർമൽ ആണോ, ഇൻഫോർമൽ ആണോ, നോൺ ഫോർമൽ ആണോ? ഫോർമൽ ആണോ, ഇൻഫോർമൽ ആണോ, നോൺ ഫോർമൽ ആണോ? ആൻസർ ചെയ്തേ. നോൺ ഫോർമൽ. ഓക്കെ, അജിഷ, ക്യാമ്പസ് സ്റ്റുഡന്റ്. ഓക്കെ, റിയ. ഓക്കെ, നോൺ ഫോർമൽ. ഓക്കെ, നോൺ ഫോർമൽ ആൻസർ കറക്റ്റ് ആണ്. ഞാൻ ഇൻഫോർമൽ ചെയ്യുമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും അറിയാവുന്നതാണ്, നോൺ ഫോർമൽ ആണ്. ഫോർമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ സ്ട്രക്ചേർഡ് ആയിട്ട് പോയി പഠിക്കുന്നത്. നോൺ ഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ടൊക്കെ റെഗുലർ ആയിട്ട്, അതിന്റെ രണ്ടിന്റെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓട്ടോണമസ് ഡെവലപ്മെന്റിന്റെ സമയത്ത് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ബോധം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവരുണ്ട്, അവർക്ക് നോൺ ഫോർമൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പോയി പഠിക്കുന്ന സമയം നോൺ ഫോർമൽ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ലെവലിലേക്ക് കടക്കുവാണ്. നമ്മൾ ഇനി പറയുന്ന ഒരാളുടെ പേര് ഹെർബർട്ട്. നമ്മൾ പഠിച്ചു വെക്കണം, അത് മറക്കാൻ പറ്റത്തില്ല. ഹെർബർട്ട് എന്ന് പറയുന്ന ഒരാളാണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ ഉപജ്ഞാതാവ്. ആരാണ്? ഹെർബർട്ട്. ഇത് ഫസ്റ്റ് ലെവലാണ്, തോട്ട്ലെസ് ലെവലാണ്. നമ്മൾ എന്താണ്, മെന്റൽ എബിലിറ്റി, മെമ്മറി എന്ന് പറഞ്ഞാൽ മെമ്മറിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വ്യക്തികളിലുള്ള മെമ്മറി, ഓർത്ത് വെക്കാനുള്ള കഴിവ്, പൊടിക്കൊച്ച്
നടക്കുമ്പം വീണു, വീഴുമ്പം വേദനിക്കും, അവന്റെ മനസ്സിൽ ഓർമ്മ വന്നു. അതാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇതാണ് ഏറ്റവും ലോവസ്റ്റ് ലെവല്. സ്റ്റുഡൻസ് ആണ് ഫുള്ള്. സ്റ്റുഡൻസ് ഇവിടെ വലിയ റോളൊന്നുമില്ല. ഒരു കാര്യം ഇവിടെ ചോദിക്കണം, ഞാൻ ഒരു കാര്യം ചോദിക്കുവാണ്. ഈ ഒരു സമയത്ത് ടീച്ചർ വരുവാണെങ്കിൽ നമ്മുടെ സ്റ്റഡി ഏത് ലെവലാണ്? ടീച്ചർ സെന്റേഡ് ആണോ സ്റ്റുഡന്റ് സെന്റേഡ് ആണോ? മെമ്മറി ലെവലിൽ എപ്പോഴും പഠനം നടക്കുന്നത് ടീച്ചർ സെന്റേഡ് ആണ്, സ്റ്റുഡന്റ് സെന്റേഡ് അല്ല. സോ നമ്മുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങില് ടീച്ചിങ് മെത്തേഡ് ഏതാണ്? എന്താണ് അത്? ടീച്ചർ സെന്റേഡ് മെത്തേഡ് ആണ്. മാത്രമല്ല അവിടെ എന്താണ്, നമുക്ക് ജസ്റ്റ് ഓറൽ ആൻഡ് റിട്ടേൺ ആയിട്ടുള്ള ബേസിക് കാര്യം നമ്മൾ കുഞ്ഞിലെ അംഗൻവാടി പോയി ആലോചിച്ചാൽ മതി. മനസ്സിലായോ? ടീച്ചർ ആണ് പ്രൈമറി റോൾ ഉള്ളത്, സ്റ്റുഡന്റിന് സെക്കൻഡറി റോള് മാത്രമാണുള്ളത്. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്, ഇതാണ് കീവേഡ്സ്. ലാക്സ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ പെർസെപ്ഷൻ ഇല്ല. പെർസെപ്ഷൻ എന്താണ്? ദർ ഇസ് ടു തിങ്സ്. സെൻസേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും ഉണ്ട്, പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും ഉണ്ട്. എന്തൊക്കെയാണ്? സെൻസേഷനും പെർസെപ്ഷനും. എന്തൊക്കെയാണ്? സെൻസേഷനും പെർസെപ്ഷനും. സെൻസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് അറിയുന്ന കാര്യങ്ങളാണ് സെൻസേഷൻ. ഞാൻ കണ്ണടച്ച് വെച്ച് തൊടുന്നു, എനിക്ക് കണ്ണ് കാണാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അയാൾ സെൻസ് ചെയ്ത് അറിയുന്നു. പക്ഷേ ഇയാളുടെ കണ്ണ് കാഴ്ചയില്ലാതായത് കുറച്ച് നാൾ മുമ്പാണ്. ഇയാൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയാം. എന്റെ കയ്യിൽ സെൻസ് ചെയ്ത് എന്റെ ബോധത്ത് തൊടുന്ന സമയത്ത് ഇതൊരു മുഖമാണ്, കണ്ണാടി വെച്ചിട്ടുണ്ട്. കാരണം പുള്ളിക്കാരന് പ്രീവിയസ് നോളജ് ഉണ്ട്. പ്രീവിയസ് നോളജ് ഉള്ളതുകൊണ്ട് സെൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന പ്രോസസ്സിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അശ്വതി പറഞ്ഞത് കറക്റ്റ് ആണ്. അറ്റൻഷൻ, സെൻസേഷൻ, പെർസെപ്ഷൻ, മെമ്മറി, വൈഗോട്സ്കിയുടെ ഐഡിയ ആണ്. അതൊക്കെ നമ്മൾ ജസ്റ്റ് ബ്രീഫായിട്ട് പഠിക്കണം പിള്ളേരെ. അശ്വതി പറഞ്ഞ സാധനങ്ങളൊക്കെ പഠിക്കണം. ഞാനിപ്പോ നിങ്ങൾക്ക് പക്ഷെ ഒത്തിരി ഡീപ്പായിട്ടും പോകണ്ട. അതാണ് ഇവിടുത്തെ കാര്യം. ആ ഒരു മീഡിയം ലെവലിൽ നമ്മൾ നിന്ന് പോകണം. സോ നമ്മൾ ലേണിംഗ്, റിറ്റൻഷൻ, റീകോൾ, റെക്കഗ്നിഷൻ. ഈ സമയത്ത് നമ്മൾ പാലിക്കുന്ന സ്റ്റെപ്പ് എന്താണ്? ലേൺ ചെയ്യും, റീറ്റൻഷൻ ചെയ്യും, അത് മനസ്സിൽ വെച്ചിരിക്കും, റീകോൾ ചെയ്യും, റെക്കഗ്നിഷൻ ചെയ്യും. നമ്മൾ കുട്ടികൾ ചെയ്യുന്ന പരിപാടി. ഓക്കെ, സോ ഇതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പ്രധാനമായിട്ടും നമ്മൾ നോക്കിപ്പോവാം. ഇത് നിങ്ങളങ്ങ് വായിച്ചാൽ മതി, ഞാൻ സ്ലൈഡിൽ ഇട്ടേക്കാം, വലിയ ആവശ്യമില്ല. ഡിമെറിറ്റ്സ് ഇത് രണ്ടും വായിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധം തരൂ. ഇത് മെറിറ്റ്സും ഡിമെറിറ്റ്സും നിങ്ങൾക്ക് ഞാൻ വായിക്കാനായിട്ടുള്ള ഒരു ജോബായിട്ട് തന്നിരിക്കുവാണ്. അടുത്തത് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. അണ്ടർസ്റ്റാൻഡിങ് ലെവൽ കൊണ്ടുവന്നത് നേരത്തെ ഹെർബർട്ട് ആണെങ്കിൽ ഇവിടെ മോറിസൺ ആണ് കൊണ്ടുവന്നത്. അദ്ദേഹമായിരുന്നു. ഇപ്പൊ നമ്മുടെ അടുത്ത് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം. ഈ 3 പേര്, 3 ഐഡിയാസ്, 3 പേര് എന്നിട്ട് മാച്ച് ദ ഫോളോയിങ്. ഹെർബർട്ട് ആണ്, മോറിസൺ. കൺസെപ്റ്റ് പഠിക്കുന്നതിനോട് ഈ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ തീർന്നു. ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, മര്യാദയ്ക്ക് കയ്യിൽ എന്ത് വേണം? ബുക്കും പേനയും വേണം. ഷോർട്ട് നോട്ട് ചെയ്തണം. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. അതാണ് എന്റെ സൈഡി മുഴുവനും ഞാൻ ക്ലാസ് ചെയ്യുന്ന, അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ഷോർട്ട് നോട്ടാ. എന്റെ വീട്ടിൽ എന്റെ അമ്മ പറയുന്നത് വീട്ടില് പേപ്പർ കൊണ്ട് ജീവിക്കാൻ പറ്റാതായെന്നാണ്. അത് നല്ല സൈഡും ഉണ്ട്, മോശം സൈഡും ഉണ്ട്. കാരണം ഞാൻ ഇതെല്ലാം പറത്തി കളയാതെ കയ്യില് നോട്ട്സ് കീപ്പ് ചെയ്യുക. ഓക്കെ, ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ മസ്റ്റ് ആണ് ഒരു നോട്ടും പേനയും ഉണ്ടായിരിക്കണം. ഇവിടെ നമ്മൾ മെമ്മറിയുടെ കൂടെ നമുക്ക് എന്ത് കിട്ടും? ഇൻസൈറ്റ് ഉണ്ടാകും. എന്തുണ്ടാകും? ഇൻസൈറ്റ് ഉണ്ടാകും. ജസ്റ്റ് മെമ്മറൈസ് ചെയ്യാതെ ഇൻസൈറ്റും കൂടെ വരുന്ന സ്ഥലമാണ് ഇത്. ഓക്കെ, സോ ഹയർ ക്വാളിറ്റി ആണ്. ഇവിടെ എന്താണ്? വ്യൂ പോയിന്റ് കാര്യങ്ങളും ഒക്കെ ക്രിയേറ്റ് ആയി വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ അതിന് ബെസ്റ്റ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. അത് നിങ്ങൾ വായിച്ചാൽ മതി. ഇന്റലക്ച്വൽ ബിഹേവിയർ ഡെവലപ്പ് ചെയ്തു തുടങ്ങും. സ്റ്റുഡൻസിന് ഒരു ആക്റ്റീവ് റോള് വന്നു തുടങ്ങും. അതോടൊപ്പം എന്താണ്? നേരത്തെ ജസ്റ്റ് ഓറലും റിട്ടേണും മാത്രമാണെങ്കിൽ ഇവിടെ എസ്സേയുടെ കൂടെ ഒബ്ജക്റ്റീവ്, MCQ, നിങ്ങൾ UGC നെറ്റിൽ എഴുതുന്ന MCQയും കൂടെ കൊടുത്തു തുടങ്ങും. എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഒരു ബോധമൊക്കെ വരണം. കാരണം അങ്ങനെയുള്ള എക്സ്ട്രാ ലെവലോ സാധനങ്ങൾ വരും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സാധനമാണ് എന്ത്? റിഫ്ലക്റ്റീവ് ലെവൽ. അത് കഴിഞ്ഞിട്ടുള്ള സാധനമാണ് റിഫ്ലക്റ്റീവ് ലെവൽ. മേജർ പ്രൊപ്പണന്റ് ഹണ്ട് ആണ്. അദ്ദേഹം ഇതിനകത്ത് കൊണ്ടുവന്ന സാധനമാണ് ഇൻട്രോസ്പെക്റ്റീവ് ലെവൽ. എന്താണ് ഇൻട്രോസ്പെക്റ്റീവ് ലെവൽ? എന്താണ് ഇൻട്രോസ്പെക്റ്റീവ് ലെവൽ? ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ബിഎഡുകാർക്ക് അശ്വതിയൊക്കെ പറയുമായിരിക്കും ചിലപ്പോൾ. ഇൻട്രോസ്പെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റിഫ്ലക്ട് ചെയ്ത് കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് നമ്മള് ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് എത്തുമ്പോഴത്തേക്കും ടീച്ചർ സെന്റേഡ് സ്റ്റഡി മാറി എന്ത് സ്റ്റഡിയായി? സ്റ്റുഡന്റ് സെന്റേഡ് സ്റ്റഡി ആയി. എന്തായി? സ്റ്റുഡന്റ് സെന്റേഡ് സ്റ്റഡി ആയെന്നുള്ള കാര്യം മനസ്സിലാക്കണം. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ മെമ്മറി ലെവലും അണ്ടർസ്റ്റാൻഡിങ് ലെവലും കഴിഞ്ഞ് മാത്രമേ ഈ ലെവലിൽ എത്താൻ നമുക്ക് പറ്റൂ. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആണല്ലോ? സോ ഈ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. ഓക്കെ, ക്ലിയർ? ഓക്കെ, സോ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ മെറിറ്റ് ഡിമെറിറ്റ്സ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ വായിക്കേണ്ടതാണ്. സോ ഈ ഒരു കാര്യം ഞാൻ ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഓക്കെ, ഞാൻ ഇവിടെ PPTയുടെ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്
ഞാനിവിടെ പടം ഒന്നും യൂസ് ചെയ്തില്ല. ഞാൻ ഒരു പ്രാക്ടിക്കൽ ഈ ക്ലാസ് റൂമിൽ തന്നെ നിങ്ങളെല്ലാം ടീച്ചേഴ്സ് ആകാൻ പോകുന്നവളെയാണ്. ഈ ഒരു PPT തന്നെ ഞാൻ ഇത്രയും ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്. അതുകൊണ്ട് ഈ PPTs എല്ലാം എന്താണ് ജസ്റ്റ് എന്താണ് ഐഡിയാസ് മാത്രം ടൈപ്പ് ചെയ്തിട്ടേക്കാണ്. അതുകൊണ്ട് ഈ PPT വരുമ്പോ എന്താണ് ഞാനാണെങ്കിൽ ഒരു പിക്ചർ കൊടുത്തു. എന്താണ് തലയിൽ ഒരു ബ്രെയിനകത്ത് വരച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളത് ഇൻഡോക്ട്രിനേറ്റ് ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇൻഡോക്ട്രിനേഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് പ്രോസസ് അല്ലെന്ന് പറഞ്ഞില്ലേ. പ്രൈമറി ലെവലില് മെമ്മറി ലെവലില് ഇൻഡോക്ട്രിനേഷൻ നമുക്ക് നടത്തും. ആ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ടാണ്. സോ ടീച്ചിങ് എയ്ഡ്സ് എന്താന്ന് മനസ്സിലാക്കി, ഇൻഡോക്ട്രിനേഷൻ എന്താന്ന് മനസ്സിലാക്കി, മെമ്മറി ലെവൽ എന്താന്ന് മനസ്സിലാക്കി. കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് എന്താണ് ഫോക്കസ്, സിൻടാക്സ്, സോഷ്യൽ സിസ്റ്റം, സപ്പോർട്ട് സിസ്റ്റം ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കും. ഒരു ടീച്ചർ BEd കഴിഞ്ഞവരൊക്കെ കിടന്ന് കഷ്ടപ്പെട്ടതാണ്. ഞാൻ ഇതൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. ഞാൻ ഇതൊക്കെ എഴുതാതെ അവസാനം വരെ വെച്ചിട്ട് ടീച്ചറിന് ഒപ്പിടാൻ വേണ്ടി സാധനം മാത്രം കൊടുക്കും. കാരണം വലിയ കാര്യമൊന്നും ഇല്ലാന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ അത് അന്ന് അഹങ്കാരം കാണിച്ചുകൊണ്ട് പിന്നീട് എന്താണ് പല സിറ്റുവേഷനിൽ ഇത് പിന്നെ ഇരുന്ന് പഠിക്കേണ്ടി വന്നു. ഞാൻ BEd കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ വൃത്തിയായിട്ട് പഠിച്ചത്. ആവശ്യമുണ്ടെന്ന് മനസ്സിലായ അപ്പോഴാണ്. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ ഡീപ്പായിട്ട് പോകണ്ട. അതും ഇത് ഡീപ്പായിട്ട് പഠിക്കുന്നില്ല ജസ്റ്റ്. പിന്നെ നമ്മൾ വേറെ കാര്യങ്ങളാണ് ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട സാധനമാണ്. ഒരു കുട്ടി നമ്മൾ ഇതൊക്കെ ഇത് നിങ്ങൾ ഇതിന്റെ തിയറി ഉണ്ട്, കഥയുണ്ട്, കുറെ സാധനങ്ങളുണ്ട്. അതൊന്നും നമ്മൾ വേണ്ട. ഓക്കെ, ഇഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി, ഒരു വ്യക്തിക്ക് പേഴ്സണാലിറ്റിയിൽ ഉള്ള 3 സ്റ്റെപ്സ് ആണ്, ഇല്ലെങ്കിൽ 3 ഫേസസ് ആണ് ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഇഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കുട്ടിയുടെ എന്തെങ്കിലും ഇരുന്നാൽ തട്ടിപ്പറിച്ച് തിന്നുക. ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ് തട്ടിപ്പറിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് പറ്റത്തില്ല കാരണം ഞാൻ സൊസൈറ്റിയിലെ ആളാണ്. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് വിശക്കുന്നു, എനിക്ക് തട്ടിപ്പറിക്കണം, പക്ഷെ ഞാൻ പണിയെടുത്ത് ആ പൈസ ഉണ്ടാക്കി കഴിക്കും. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നെ. സോ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ജസ്റ്റ് എന്താന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ അതേപോലെ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒപ്പാരൻ കണ്ടീഷനിങ്, കോഗ്നിറ്റീവ് ലേണിംഗ്, സോഷ്യൽ ലേണിംഗ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. ഓക്കെ, സോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി ഞാൻ തുടക്കത്തിൽ PPS എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതെന്താണെന്ന് ഞാൻ റിവീൽ ചെയ്യുവാണ്. ഒന്നുമില്ല, നമ്മുടെ ബേസിസ് ഓഫ് എഡ്യൂക്കേഷൻ. നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുന്ന സമയത്ത് നമ്മൾ 3 പെർസ്പെക്റ്റീവിലാണ് കാര്യങ്ങൾ കാണുന്നത്. എന്തുകൊണ്ട്? ഓക്കെ, വൈ വി ആർ ഹാവിങ് എഡ്യൂക്കേഷൻ. നമ്മൾ എന്തിനാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിരിക്കുന്നത്? ഫിലോസഫി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എഡ്യൂക്കേഷൻ ഫിലോസഫി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഹൗ ഈ ടീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ് എങ്ങനെയാണ് നടക്കണമെങ്കിൽ എന്താണ് സൈക്കോളജി മനസ്സിലാക്കണം. എഡ്യൂക്കേഷൻ സൈക്കോളജി. വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് സോഷ്യൽ നീഡ്സ്. എന്തിനാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? സോ ഈ 3 ചോദ്യത്തിനും ആൻസർ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഇരുന്ന് പഠിക്കണമെന്നല്ല, ഈ സോഷ്യോളജിക്കൽ ആയിട്ടുള്ള, സൈക്കോളജിക്കൽ ആയിട്ടുള്ള, ഫിലോസഫിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ജസ്റ്റ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് മുന്നോട്ട് പോവാം. നമുക്ക് ഇനി നമ്മളിപ്പം സിലബസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തു, കൺസെപ്റ്റ് കിട്ടി, ടീച്ചിങ് സെൻസ് കിട്ടി, പിന്നെ ബേസിസ് ഓഫ് എഡ്യൂക്കേഷൻ. എന്റെ 4ാമത്തെ ഒബ്ജക്റ്റീവ് ആണ് നിങ്ങൾ എന്ത് കാര്യങ്ങളൊക്കെ പഠിക്കണം. ഫിലോസഫിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവും കൂടെ പഠിക്കണമെന്നുള്ള കാര്യം പറഞ്ഞു. ഇനി നമ്മള് സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ്, നമ്മള് 6 സ്റ്റെപ്പില് എത്രയാണ് 5 സ്റ്റെപ്പ് ചെയ്തു. ഓക്കെ, ഇനി 5ാമത്തെ സ്റ്റെപ്പിലോട്ട് കടക്കുവാണ്. ആ സ്റ്റെപ്പില് നമ്മൾ ചെയ്യാൻ പോകുന്ന PYQ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. 2019 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാനിത് നമ്മൾ പഠിച്ച ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് മാത്രമുള്ള ക്വസ്റ്റ്യൻസേ വെച്ചിട്ടുള്ളൂ. നമുക്ക് നോക്കാം. നിങ്ങൾ വായിച്ച് നിങ്ങൾ തന്നെ ആൻസർ ചെയ്യുക. PPSന്റെ ഫുൾ ഫോമോ പിള്ളേരെ? അതല്ലേ ഞാൻ പറഞ്ഞ PPS എന്ന് പറഞ്ഞാൽ എന്താണ്? P ഫോർ ഫിലോസഫിക്കൽ. അതെ, P ഫോർ ഫിലോസഫിക്കൽ, അടുത്ത P ഫോർ സൈക്കോളജിക്കൽ. ഓക്കെ ശ്രീലക്ഷ്മി. S ഫോർ സോഷ്യോളജിക്കൽ. ഈ 3 കാര്യങ്ങളും നമ്മൾ ആ പെർസ്പെക്റ്റീവ് വേണമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇത് വേറെ ആരും എഴുതി വെച്ച തിയറി ഒന്നുമല്ല, ഞാൻ എന്റെ ഒരു ടീച്ചിങ് മെത്തഡോളജി വെച്ച് പറയുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോ? ഓക്കെ ശ്രീലക്ഷ്മി, ഗുഡ്. PYQs നമ്മുടെ സെഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടിലേക്ക് നമ്മൾ കടക്കുവാണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഡി. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് കേട്ടോ. ട്രെൻഡ് നോക്കി ആൻസർ ചെയ്യരുത്.
ഞാൻ നിങ്ങൾക്ക് ഒരു മിനിറ്റ് തരാം, കാരണം 1 മിനിറ്റ് വായിക്കേണ്ട സാധനമാണ്. ഓക്കെ, ആൻസറുകൾ വരട്ടെ. ഓക്കെ, സോ സി ഡി എല്ലാം വരുന്നുണ്ട്. ഓക്കെ, എല്ലാ ആൻസേഴ്സും വരുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ നിങ്ങൾക്ക് വായിക്കാൻ കുറച്ച് സമയം തരുവാണ്. നിങ്ങളൊന്ന് നൈസിന് വായിച്ച ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക. പെട്ടെന്ന് ചാടിക്കേറി ആൻസർ ചെയ്യരുത്, വായിച്ച് തന്നെ എത്തുക. ഓക്കെ ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യണം. ക്ലാസ്സിലുള്ള എല്ലാവരും ആൻസർ ചെയ്യണം. ഞാനൊരു കുറച്ച് വിഷമം പിടിപ്പിക്കുന്ന കാര്യമാണ്, നിങ്ങൾ മെജോറിറ്റി ആൾക്കാരും തെറ്റായിട്ടുള്ള ആൻസർ ആണ് തന്നത്. കാരണം നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് PYQ, ഞാൻ പറഞ്ഞില്ലേ, ഇത് എനിക്കും പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് ആണ്. നമ്മൾ ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും PYQ വർക്ക്ഔട്ട് ചെയ്യാതെ ഒരു പരിപാടി നടക്കത്തില്ല. സോ ഞാൻ കറക്റ്റ് ആൻസർ ഏതാണെന്ന് പറയുവാണ്. ആൻസർ ഏതാണ് കറക്റ്റ് ആൻസർ? ആൻസർ A ആണ്. ആൻസർ എന്താണ്? A ആണ്. അന്നേരം നിങ്ങൾ ചോദിക്കും ഇതെന്താ അങ്ങനെ ആയെന്ന്. നമ്മൾ അതാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, ആൻസർ ഏതാണ്? A ആണ്. നിങ്ങൾ വിഷമിക്കേണ്ട, ആൻസറിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള കാര്യം പറയാം. നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും, ഞാൻ ഒരു സത്യം പറയാണ്, എത്ര തിയറി പഠിച്ചു കഴിഞ്ഞാലും PYQ വർക്ക്ഔട്ട് ചെയ്യാതെ ഒരു പരിപാടി നടക്കത്തില്ല. അതാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. A ആണ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ടു എഫക്റ്റീവ് ടീച്ചിങ് ബിഹേവിയർ? ഒരു എഫക്റ്റീവ് ടീച്ചറിന്റെ ബിഹേവിയർ ഏതാണ്? കീ ബിഹേവിയർ ഏതാണ്? ഓക്കെ, സോ നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. ഓരോ ഓപ്ഷൻസും മനസ്സിലാക്കി പോകാം. നിങ്ങൾ ഒരു എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ 10 ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യം അറ്റൻഡ് ചെയ്യാതിരിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്താണ്, നിങ്ങൾ സബ്ജക്ട് പേപ്പർ കിടക്കുവാണ്. ആ സമയത്തും ആ ഒരു ധൈര്യവും ബോധവും വേണമെങ്കിൽ PYQ വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ആൻസർ നോക്കാം. ഫസ്റ്റ് അല്ല, താഴെ നിന്ന് നോക്കാം. പ്രൊമോട്ടിംഗ് ലോ എറർ റേറ്റ്, ഹൈ സക്സസ് കോൺട്രിബ്യൂട്ട് ടു ഇൻക്രീസ്ഡ് ലെവൽസ് ഓഫ് സ്റ്റുഡൻറ് സെൽഫ് എസ്റ്റീം ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. എല്ലാരും മെജോറിറ്റി ആൻസർ ചെയ്തത് D ആണ്. എടോ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമ്മള് സെൽഫ് എസ്റ്റീമും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ആണ് ഉണ്ടാക്കി കൊടുക്കുന്ന കുട്ടികൾക്ക്. എന്താണ്? സെൽഫ് എസ്റ്റീമും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ആണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതൊരു കോർ ഫീച്ചർ ആണോ? ഉറപ്പായിട്ടും ടീച്ചിങ്ങിന്റെ പ്രോസസ് ആണ്, പക്ഷെ കോർ ഫീച്ചർ അല്ല. മനസ്സിലായോ? കുട്ടികൾ ആൻസർ ചെയ്യുമ്പോൾ പ്രൊമോട്ടിംഗ് ലോ എറർ റേറ്റ്, കുട്ടികൾ ആൻസർ ഒക്കെ ചെയ്യുമ്പോൾ കണക്കൊക്കെ ചെയ്യുമ്പോൾ തെറ്റുന്നത് കുറച്ചു കൊടുത്ത് ഓക്കെ അവർക്ക് സെൽഫ് എസ്റ്റീമും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഉണ്ടാക്കിയെടുക്കുക. സോ അത് D എഴുതിയവരെല്ലാം അത് ശരിയാണെന്ന് തോന്നും, പക്ഷെ അത് തെറ്റാണ്. അടുത്തത്, മൂന്നാമത്തത് C, സോളിസിറ്റിംഗ് അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് എ റെസ്പോൺസ് ഓഫ് സ്റ്റുഡൻസ്. എന്താണ്? സോളിസിറ്റിംഗ് അഡീഷണൽ ഇൻഫർമേഷൻ. ഓക്കെ, നമ്മൾ അഡീഷണൽ ആയിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാണ് ഒരു റെസ്പോൺസിനെ കുറിച്ച്. എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ അടുത്ത് തന്നെ കൂടുതൽ അഡീഷണൽ ഇൻഫർമേഷൻ തെരഞ്ഞുപിടിച്ച് കണ്ടുപിടിക്കാൻ പറയാണ്. അത് പ്രോസസ് ആണ്, പക്ഷെ അത് അത്രത്തെങ്ങോട്ട് ടീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ മെയിൻ കാര്യം പറയുന്നില്ല. അതൊരു മെയിൻ സാധനം തന്നെയാണ്, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതല്ല. അടുത്തത്, എലിസ്റ്റിംഗ് ക്ലാരിഫിക്കേഷൻ ഓഫ് ആൻ ആൻസർ ഗിവൺ ബൈ സ്റ്റുഡൻസ്. ഓക്കെ, നമ്മളൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നു, സ്റ്റുഡൻസ് കൊടുത്ത ഒരു ആൻസർ. ഓക്കെ, അതൊരു ക്ലാരിഫിക്കേഷൻ കുറച്ചും കൂടെ നല്ല സ്റ്റുഡൻസിനെ കൊണ്ട് തന്നെ ക്ലിയർ ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ ശ്രമിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതും ടീച്ചിങ്ങിന്റെ ആ പൂർണ്ണ രൂപത്തിലേക്ക് എത്തുന്നില്ല. പക്ഷേ നോക്കിക്കേ, ടീച്ചർ മീഡിയേറ്റർ ഡയലോഗ്. ടീച്ചർ ഒരു മീഡിയേറ്റർ ആയിട്ട് ഇന്ന് ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്ത് വിച്ച് ഹെൽപ്സ് ലേണേഴ്സ് റീസ്ട്രക്ചർ വാട്ട് ഈസ് ബീങ് ലേൺ, എന്താണ് ലേൺ ചെയ്യുന്നതെന്നുള്ള കാര്യം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ. സോ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, മനസ്സിലായോ? ഈ ഒരു കാര്യം മനസ്സിലാക്കുക. സോ ആൻസർ A വന്നേന്നുള്ള കാര്യം എന്തുകൊണ്ടാന്ന് മനസ്സിലായോ? സോ ഇവിടാണ് മക്കളെ പ്രശ്നം, ഇവിടാണ് പിള്ളേരെ, ഇവിടാണ് ഫ്രണ്ട്സ് പ്രശ്നം. ഇവിടെ ഇങ്ങനെയുള്ള ഐഡിയാസ് വന്നാൽ നമ്മൾ പെട്ടുപോകും. യു ഗോട്ട് ഇറ്റ്? പൂജ താടി കൈ കൊടുത്തിരിക്കുന്നു. പൂജയ്ക്ക് മടുത്തോ? സംഭവം കത്തിയോ? ഞാൻ ജസ്റ്റ് പറഞ്ഞാണ്, വീഡിയോയിൽ കാണുന്ന പൂജയാണ്. ഓക്കെ, സംഭവം കത്തിയോ? ഓക്കെ, ഗുഡ്.
സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഇരുന്ന് കരയും. നമ്മൾ ഇത്രയൊക്കെ പഠിച്ചിട്ട് പോയിട്ട് ഒരു കാര്യം ഉണ്ടായില്ലല്ലോ എന്ന് നമ്മൾ അന്നേരം ചിന്തിക്കും അല്ലേ? സോ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഒരു 5 or 6 ക്വസ്റ്റ്യൻസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഡിഫറൻഷിയേറ്റ് ടീച്ചിങ് ഫ്രം ലേണിംഗ്? താഴെ പറയുന്നതിൽ ടീച്ചിങ്ങും ലേണിംഗും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. ഐ വിൽ ഗിവ് യു സം ടൈം. നേരത്തെ പോലെ തെറ്റരുത്. തെറ്റരുത്. സമാധാനത്തോടെ ആൻസർ ചെയ്താൽ മതി. ചാടി കയറി ആൻസർ ചെയ്യരുത്. സമാധാനത്തോടെ ആൻസർ ചെയ്താൽ മതി. ഒരു ധൃതിയില്ല. ആരും നിങ്ങളെ പിടിച്ചിരുത്തുന്നില്ല, പിടിച്ച് വെളിയിലാക്കുന്നില്ല. ഓക്കെ, ഇവിടെ കുറച്ചും കൂടെ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. യു ക്യാൻ ആൻസർ. ശ്രദ്ധിക്കുക. സത്യം പറഞ്ഞാൽ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞവർക്കേ ചെയ്യാൻ പറ്റൂ. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെന്ററിങ്ങും കാര്യങ്ങളും കിട്ടിയാലേ നിങ്ങൾക്ക് ഇത് കവർ ചെയ്യാൻ പറ്റൂ, ആൻസർ ചെയ്യാൻ പറ്റൂ. പക്ഷെ ബോധം, ടീച്ചർ സെൻസ് നിങ്ങൾക്കുണ്ടല്ലോ. എനിക്ക് ഉറപ്പാണ് ഈ ക്ലാസ്സിൽ ഉള്ള 116 പേർക്കും ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ, ഗുഡ്. ഓപ്ഷൻ ഒന്നും ആരും നോക്കട്ടെ. നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്തോ പിള്ളേരെ. ഓപ്ഷൻസ് ഒക്കെ കുറെ പേര് സ്വന്തമായിട്ട് ചിന്തിക്കുക. ഓക്കെ, ഗുഡ്. കുറെ പേര് ആൻസർ ചെയ്യുന്നുണ്ട്. അവർക്ക് ആ ഒരു പ്രോസസ്സ് മനസ്സിലായ. അതുകൊണ്ടാണ് ഹാപ്പി അബൌട്ട് ദാറ്റ്. ഐ എം റിയലി ഹാപ്പി അബൌട്ട്. ഓക്കെ. സോ ഞാൻ വായിച്ച് ഞാൻ എക്സാമിന് എഴുതാതിരിക്കുക. ഞാൻ നിങ്ങളാണ്. ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ടീച്ചിങ് ഫ്രം ലേണിംഗ്? ടീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സും ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഏതാണ്? ശ്രദ്ധിക്കുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2-way പ്രോസസ്സാണ്, 2 വലിയ പ്രോസസ്സാണ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സെൽഫ് സ്റ്റഡി ചെയ്യുന്ന പരിപാടിയാണ്. സോ ഓപ്ഷൻ ഒന്നാമത്തെ നോക്കാം. ടീച്ചിങ് ഈസ് എ സോഷ്യൽ ആക്ട് വൈൽ ലേണിംഗ് ഈസ് എ പേഴ്സണൽ ആക്ട്. ശരിയല്ലേ? ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതാണ്. സോ സോഷ്യൽ ആക്ട് ആണ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുറിക്കാതിരുന്ന്, എനിക്ക് എന്നെ ഓർമ്മ വരുന്നു, മുറിക്കാതിരുന്ന് ഇവിടെ ഇരുന്ന് നമ്മൾ പഠിക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ കണക്ഷൻ ഒന്നുമില്ല, നമ്മളെല്ലാ ബോണ്ടും ഒക്കെ കുറച്ച് വീട്ടിനകത്ത് തന്നെ ഇരുന്ന് പഠിക്കുന്നതാണ്. പേഴ്സണൽ ആക്ട് ആണ്. സോ ഓപ്ഷൻ എ ശരിയാണ്. അടുത്തത്, ടീച്ചിങ് ഇംപ്ലൈസ് ലേണിംഗ്. ശ്രദ്ധിക്കുക, ടീച്ചിങ് ഇംപ്ലൈസ് ലേണിംഗ്. ഓക്കെ, ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ആണോ? ടീച്ചിങ് ഇംപ്ലൈസ് ലേണിംഗ് ആണോ? ടീച്ചിങ്ങിന്റെ ഒരു പാർട്ടാണ് ലേണിംഗ്. പക്ഷെ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് എന്ന് പറയാൻ പറ്റുമോ? നോ. സോ ബി എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ്. അടുത്തത്, ടീച്ചിങ് ഈസ് ലൈക്ക് സെല്ലിംഗ് വൈൽ ലേണിംഗ് ഈസ് ലൈക്ക് ബൈയിങ്. എന്നിട്ട് നിങ്ങൾ വയ്ക്കും പഠനത്തെ കച്ചവടമാക്കുന്നോ? ഇത് വെറും ഒരു സംസാരിക്കുന്ന രീതി പറയുവാണ്. ഇതെന്താണ്? ഒരു സംസാരിക്കുന്ന രീതി പറയുവാണ്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം കൊടുക്കുവാണ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുവാണ്. സോ അത് ശരിയാണോ? ശരിയാണ്. ഓക്കെ, അത് ശരിയാണ്. അടുത്തത് ഡി, ടീച്ചിങ് ക്യാൻ occur വിത്തൗട്ട് ലേണിംഗ് ടേക്കിംഗ് പ്ലേസ്. ശരിയാണോ? ശ്രദ്ധിക്കുക, ടീച്ചിങ് ക്യാൻ occur വിത്തൗട്ട് ലേണിംഗ് ടേക്കിംഗ് പ്ലേസ്. പക്ഷെ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം, ടീച്ചർ വന്ന് പഠിപ്പിക്കുന്നെങ്കിലും പിള്ളേര് പഠിക്കാത്ത സമയം ഉണ്ടാകാൻ സാധ്യതയില്ലേ? അങ്ങനെ നോക്കിയാൽ ശരിയല്ലേ? അങ്ങനെ ചിന്തിക്കണം. ടീച്ചിങ് ക്യാൻ occur വിത്തൗട്ട് ലേണിംഗ് ടേക്കിംഗ് പ്ലേസ്. ടീച്ചിങ് നടക്കുന്നു, ഞാൻ പഠിപ്പിക്കുന്നു, ചില ആൾക്കാരിന്ന് ഉറങ്ങുമായിരിക്കും, ലേണിംഗ് നടക്കാതുണ്ടാവും. സോ അത് ശരിയാണ്. പക്ഷേ ഒരു കാര്യം നോട്ട് ചെയ്യുക, അവിടെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ല പറയുന്നത്, ഒരു ഫാക്റ്റ് ആണ് പറയുന്നത്. ഇവർ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല. മനസ്സിലായോ? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഒരു ഐഡിയ കിട്ടിയോ? കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് ചിന്തിക്കണം പിള്ളേരെ. ചില സമയത്ത് നമ്മൾ തന്നെ പഠിക്കുമ്പം ഇത് ഇങ്ങനെ അല്ലല്ലോ, ഇത് അങ്ങനെ ആണല്ലോ, നമ്മൾ കിളി പോകും. നമ്മൾ PYQ ചെയ്യുമ്പോൾ അത് ശരിയാവും. സോ ഡി തെറ്റാണ്. അടുത്ത ഇ, ഇൻ ടീച്ചിങ് ഇൻഫ്ലുവൻസ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ലേണിംഗ് ആൻഡ് ലേണർ വൈൽ ലേണിംഗ് ഇറ്റ് ഈസ് യൂഷ്വലി ടുവേർഡ്സ് വൺ സെൽഫ്. ആ ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുകയാണ്. ടീച്ചിങ്
ടീച്ചർ ഇൻഫ്ലുവൻസ് ലേണിംഗിലേക്ക് കൊടുക്കുന്നു. ലേണിംഗിൽ എന്താണ് അവൻ അവനോട് തന്നെ എന്താണ് കൊടുക്കുന്നു. സോ അത് ശരിയാണ്. സോ ACE ആൻസർ എന്താണ്? എ ആണ്. കുറെ പേര് മനസ്സിലായി, കുറെ പേര് തെറ്റിച്ചു. ആ തെറ്റിക്കാൻ ഇവിടെ ചിലപ്പോൾ നിങ്ങൾ എന്താണ് എ ശരിയാണ്, സി ശരിയാണ്, ഡി ശരിയാണ്, ഇ ശരിയാണെന്ന് ചിന്തിച്ചു വരുവാനോ. അങ്ങനാണെങ്കിലും ACE ആണ് ആൻസറിൽ നിന്ന് നമുക്ക് എത്താൻ പറ്റും. സോ കത്തിയോ? സംഭവം കത്തിയോ? ക്ലിയർ അല്ലേ? ഞാൻ പൂജയുടെ റെസ്പോൺസ് കണ്ടിട്ടാണ് ഉത്തരം പറയുന്നത് കേട്ടോ. എനിക്ക് പൂജയെ കാണാം, പൂജ ശ്രദ്ധിച്ചിരിക്കുന്നതാണ്. അതേപോലെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൂജയുടെ അടുത്ത് പേഴ്സണലായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. പൂജ വീഡിയോ ഓഫ് ആക്കിയായിരുന്നെങ്കിൽ ഇത്രയും വൃത്തിയായിട്ട് ശ്രദ്ധിക്കുമായിരുന്നോ? ഇല്ലായിരുന്നു, എനിക്കറിയാം. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് എഫക്റ്റീവ് ടീച്ചിങ്? താഴെ പറയുന്നതിൽ കുറച്ച് നിങ്ങളെ സമാധാനിപ്പിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. താഴെ പറയുന്നതിൽ എഫക്റ്റീവ് ടീച്ചിങ്ങിന്റെ കമ്പോണന്റ് അല്ലാത്തതാണ്. സിമ്പിൾ ഒന്നും അല്ല കേട്ടോ, നിങ്ങൾ ചിലപ്പോൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. നമ്മൾ സെഷൻ വേഗം കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഒരു 2 ക്വസ്റ്റ്യനും കൂടെ വർക്ക്ഔട്ട് ചെയ്തിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് എഫക്റ്റീവ് ടീച്ചിങ്? ആൻസർ വായിച്ച് സമാധാനത്തോടെ ചെയ്താൽ മതി. കുറച്ചു നേരം കൂടി ഇരിക്കാനുള്ള ഒരു ക്ഷമയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ച് വായിച്ച് UGC നെറ്റ് എക്സാമിന് കമ്പ്യൂട്ടറിന് മുന്നിൽ ടിക്ക് ചെയ്യാനായിട്ടിരിക്കുവാണ്. ആ പെർസ്പെക്റ്റീവിൽ തന്നെ ഇരിക്കണം. Take your time, but you only having 2 minutes. 2 minutes-നുള്ളിൽ നമുക്ക് ഐഡിയ കത്തിക്കണം. ഓക്കെ, ആൻസറുകൾ വരട്ടെ. ഓക്കെ, നവി ദിശാൻ. ഓക്കെ, കുറെ പേര് ആൻസർ ശരിയാക്കുന്നുണ്ട്, തെറ്റിക്കുന്നവരുണ്ട്. ഓക്കെ, തെറ്റിക്കുന്നവരുണ്ട്, ശരിയാക്കുന്നവരുണ്ട്. ഓക്കെ, ഗുഡ്. സോ താഴെ പറയുന്നത് ഞാൻ നിങ്ങള് ഒരു 10 സെക്കൻഡ് കൂടെ തരാം. നിങ്ങൾ ഒരു ഐഡിയ മനസ്സിൽ കൊണ്ടുവരിക. ഓക്കെ, ശരിയാക്കുന്നവരുണ്ട്. ഇവിടെ നമുക്ക് മീനിങ്സ് അറിയാത്തപ്പം പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് നവോദയ ചെന്നിട്ട് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് കഷ്ടപ്പെട്ട് മെനക്കെട്ട് പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ഇംഗ്ലീഷ് പഠിച്ച് ഇപ്പോഴും ഇംഗ്ലീഷ് വൃത്തിയായിട്ട് നല്ലപോലെ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞ കഥയിൽ ഇത്രേ ഉള്ളൂ. ഇംഗ്ലീഷ് വേർഡ്സിന്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ പണി കിട്ടും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും പോകുന്നുണ്ട്. തെറ്റിച്ചവർക്ക് പ്രശ്നം പറ്റിയത് കറക്റ്റ് മീനിങ് മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്തതുകൊണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് എഫക്റ്റീവ് ടീച്ചിങ്? ക്വസ്റ്റ്യനിങ് ടു ചെക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്റ്റുഡൻസ്. അത് എഫക്റ്റീവ് ടീച്ചിങ്ങിന്റെ ഏറ്റവും പ്രധാന സാധനമാണ്. അന്നേരം കൂടുതൽ ആരും ആൻസർ ചെയ്യുന്നില്ല. സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവരാണ് നിങ്ങൾ. അടുത്തത് പ്രൊവൈഡിങ് സ്റ്റുഡൻസ് വിത്ത് ഫീഡ്ബാക്ക്. അത് ശരിയാണ്, അതുകൊണ്ട് ആൻസർ അല്ല. ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് കൊടുക്കണം. അടുത്തത് ബീങ് ഫ്ലെക്സിബിൾ അബൌട്ട് ഹൗ ലോങ് ഇറ്റ് ടേക്സ് ടു ലേൺ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലർക്കും ഇപ്പം ഒരാൾ ഡൗട്ട് ചോദിച്ചു, അന്നേരം അവർക്ക് വേണ്ടി ഞാൻ സമയം കൊടുക്കണം. ഫ്ലെക്സിബിലിറ്റി ടീച്ചറിന് വേണ്ടയാണ്. സോ ഇത് 3 ഓപ്ഷൻ അല്ലെന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഡി ആൻസർ ആണെന്നുള്ള ബോധം കിട്ടും. അങ്ങനെ വേണമെങ്കിൽ ആൻസർ ചെയ്യാം. ഇല്ലെങ്കിൽ റിയാക്റ്റീവ് മോഡ് ഓഫ് സ്റ്റുഡൻസ് ബിഹേവിയർ. ഇവിടെ എഫക്റ്റീവ് ടീച്ചിങ്ങിന്റെ കാര്യം പറയുമ്പോൾ സ്റ്റുഡന്റിന്റെ ബിഹേവിയർ ആണോ പറയുന്നത്? എഫക്റ്റീവ് ടീച്ചിങ്ങിന്റെ കാര്യം പറയുമ്പോൾ സ്റ്റുഡന്റിന്റെ ബിഹേവിയർ നമുക്ക് വേണ്ട. സ്റ്റുഡന്റിന്റെ ബിഹേവിയറിന്റെ കാര്യമല്ലല്ലോ നമ്മളിവിടെ അഡ്രസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ടീച്ചറിന്റെ ഭാഗമാണ്. ഇതാണ് ആൻസർ, ഡി ആണ് ആൻസർ. കത്തിയോ? മനസ്സിലായോ? വെരി സിമ്പിൾ. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നത് ക്ലാസ്. ദിസ് ടേക്കിംഗ് സോ മച്ച് ടൈം. നിങ്ങൾ ഇരിക്കുമെന്ന് അറിയാം, എന്നാലും നമുക്ക് ഇൻട്രൊഡക്ഷൻ സെഷൻ ആയതുകൊണ്ട് നിങ്ങളുടെ ഐഡിയ എത്തിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ടീച്ചിങ് ഡിഫേഴ്സ് ഫ്രം ട്രെയിനിങ് ആൻഡ് കണ്ടീഷനിങ് ഇൻ സോ ഫാർ ആസ് ഇറ്റ് പ്രൊമോട്ട്സ്. ട്രെയിനിങ്, കണ്ടീഷനിങ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. ട്രെയിനിങ്ങും കണ്ടീഷനും ഒക്കെ എന്താണ്? ടീച്ചിങ് അല്ല, അതിനെക്കാട്ടിലും താഴെയുള്ള സാധനം. കണ്ടീഷനിങ് ഒക്കെ മെമ്മറി ലെവലിൽ കൊടുക്കുന്നതാണ്. സോ ഞാൻ പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ. ട്രെയിനിങ്ങും കണ്ടീഷനിങ്ങിൽ നിന്ന് ഇത് രണ്ടും മാറാനായിട്ടുള്ള കാരണം എന്താണ്? ആൻസേഴ്സ് ഒക്കെ പക്കയായിട്ട് വരുന്നു. ഓക്കെ, ആരും തെറ്റിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം. സോ ഐ എം റിയലി ഹാപ്പി ടു സീ യുവർ റെസ്പോൺസസ്. കറക്റ്റ് ആൻസറിലേക്ക് നമ്മൾ പോയി.
സോ ബി ആണ് ആൻസർ. കാരണം ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന കാര്യം എന്താണ്? ട്രെയിനിങ് കണ്ടീഷനിങ്ങും അല്ല, അത് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ കഴിഞ്ഞിട്ട് റിഫ്ലക്റ്റീവ് ലെവലുള്ളതാണ്. അത് എന്താണ്? ട്രെയിനിങ്ങും കണ്ടീഷനിങ്ങും ഒന്നും അല്ല. ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ ഡിസിപ്ലിൻഡ് ഡ്രില്ലാണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം പഠിപ്പിക്കുകയാണ്, അത് ഡിസിപ്ലിൻഡ് ഡ്രില്ലാണ്. കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ, സ്റ്റഡി അസോസിയേഷൻ, സ്റ്റിമുലസ് റെസ്പോൺസുമായിട്ടുള്ള ആ ബന്ധം കൂട്ടിവിടുന്നതാണ്. മാസ്റ്ററി ഓഫ് ഫാക്റ്റും ട്രെയിനിങ്ങിലൊക്കെ ഉള്ളതാണ്. സോ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് ആൻസർ വരുന്നത്. സോ ഫാർ എന്റെ അവസാനത്തെ ടാസ്കിലേക്ക് ഞാൻ കടക്കുവാണ്. ക്ലാസിന്റെ എൻഡിൽ ഞാനൊരു ഗിഫ്റ്റ് തരുമെന്ന് പറഞ്ഞായിരുന്നു, അതാണ് ഇപ്പൊ തരാൻ പോകുന്നത്. ഓക്കെ, സോ നോക്കിക്കേ, ആ ഗിഫ്റ്റ് നിങ്ങളുടെ മുന്നിൽ റിവീൽ ചെയ്യാൻ പോവാണ്. എല്ലാരും റെഡി അല്ലേ? ക്ലാസ് ഇത്രയും നേരം 150ഓളം പേരുണ്ടായിരുന്നു, 103 പേര്. വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ വലിയ സംഭവമായിട്ടുള്ള ഗിഫ്റ്റ് ആണ്. ഞാനൊരു കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിലബസ് ഉണ്ടാക്കിയിട്ടേക്കുവാണ്. നമ്മുടെ നേരത്തെ സിലബസിൽ നിന്ന് മാറി ഈ സിലബസ് അനുസരിച്ച് പഠിക്കണം. ഇത് ഞാൻ ഉണ്ടാക്കിയ ബ്രീഫ് ആയിട്ടുള്ള സിലബസ് ആണ്. ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് തരും. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിയണം. ഒന്ന്, നേച്ചർ ആൻഡ് നീഡ്, ടീച്ചിങ്, ഇൻസ്ട്രക്ഷന്, ട്രെയിനിങ് തുടങ്ങിയ കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ടീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ് എന്താണെന്നുള്ള ബോധം വേണം. പല ഡൊമൈൻസ്, കൊഗ്നിറ്റീവ്, അഫക്റ്റീവ്, സൈക്കോമോട്ടോർ ഡൊമൈൻസ് ഉണ്ട് ടീച്ചിങ്. ഓക്കെ, കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന ഐഡിയ ഉണ്ട്. ഓക്കെ, പിന്നെ ടീച്ചിങ് നമ്മൾ സിലബസിലുള്ള സാധനങ്ങളൊക്കെ താണ്ട് വരുന്നുണ്ടോ? മെമ്മറി ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. ക്ലാസ് റൂമിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം പഠിക്കും. നിങ്ങൾ ആരും പേടിക്കേണ്ട, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഈ സിലബസ്, ഈ ഒരു ഇത് തന്നിരിക്കും. സ്ക്രീൻഷോട്ട് എടുത്ത് മെനക്കെടേണ്ട, ഞാൻ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ പിന്നെ മാക്സിംസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ എപ്പോഴും പഠിപ്പിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന മാക്സിംസ് ആണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നോൺ ടു അൺനോൺ. ഓക്കെ, അത് പിന്നെ ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന സാധനം. ഒന്ന് ഗൂഗിൾ ചെയ്താൽ അറിയാം. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ആലോചിക്കും. നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഒരു കോണായിട്ട് നമ്മുടെ ടീച്ചിങ് ലെവല് കാണിക്കുന്നതാണ് ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, അതിനെ കുറിച്ച് ബോധം വേണം. മൈൻഡ് മാപ്പിംഗ്, ഒരു ടീച്ചറെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ലെസൺ ഡിസൈനെ കുറിച്ച് ചെയ്യുന്നതിനെ കുറിച്ച് ബോധം വേണം. കരിക്കുലോ സിലബസും തമ്മിലുള്ള വ്യത്യാസവും കാര്യങ്ങൾ അറിയണം. ബ്ലൂംസ് ടാക്സോണമി മസ്റ്റ് ആയിട്ട് അറിയേണ്ട സാധനമാണ്. ബ്ലൂംസ് ടാക്സോണമി ബി.എഡ് പഠിച്ചവരും ചുമ്മാ ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളാണ് ഇത് ഞാൻ സ്ട്രക്ചേർഡ് ആയിട്ട് ക്ലാസ്സുകളിൽ തരുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ക്ലാസ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് സോ കോൾഡ് സിലബസ് എടുത്ത് വെച്ചല്ല നമ്മൾ ഇവിടെ നൽകുന്നത്. ഈ പറയുന്ന ടോപ്പിക് എല്ലാം ഡിസ്കസ് ചെയ്ത് PYQs ഡിസ്കസ് ചെയ്താണ് എന്റെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ കുറച്ച് ടീച്ചിങ് മോഡൽസ് ഉണ്ട്. ടീച്ചിങ് മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിക്കാനുള്ള സാധനമാണ്. അപ്പൊ നമുക്ക് പഠിക്കാം. TPAC, ടെക്നോളജി, പെഡഗോഗി ആൻഡ് അങ്ങനെയുള്ള. പെഡഗോഗി എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് മോഡ് ഓഫ് ടീച്ചിങ്, എങ്ങനെ പഠിപ്പിക്കും, അതാണ് പെഡഗോഗി. പെഡഗോഗി എന്ന് പറഞ്ഞാൽ ടീച്ചർ സെൻട്രിക് ആണ്. അത് പിന്നെ മാറി സ്റ്റുഡന്റ് സെൻട്രിക് ആണെന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്, അതൊക്കെ പഠിക്കണം. മൈക്രോ ടീച്ചിങ്, നമ്മൾ ഓരോ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതാണ് മൈക്രോ ടീച്ചിങ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, പിന്നെ ബിഹേവിയറിസം, കുറെ ഫിലോസഫീസ് ഉണ്ട്, ടീച്ചിങ് ഫിലോസഫീസ് ഉണ്ട്, അതെല്ലാം പഠിക്കണം. ഫസ്റ്റ് മൊഡ്യൂള് ചെറുതായിട്ട് എഴുതിയ സാധനം നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലേ നമുക്ക് ആ ഒരു ബോധം ഉണ്ടാകൂ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളില് നമ്മൾ ലേണിങ്ങിനെ കുറിച്ച് പഠിക്കണം. ലേണിങ്ങിനെ കുറിച്ചുള്ള തിയറീസ് മസ്റ്റ് ആണ്. ലേണിങ്ങിൽ എന്താണ്? നമ്മുടെ ബിഹേവിയറിസം, ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒപ്പാരന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്ന കാര്യങ്ങൾ പഠിക്കണം. പല ഡൊമൈൻസ് പഠിക്കണം. ഇൻഡിവിജ്വൽ ഡിഫറൻസ് പഠിക്കണം. ഇന്റലിജൻസിന്റെ ഡിഫറൻസ് പഠിക്കണം. ലേണിംഗ് സ്റ്റൈൽസിനെ കുറിച്ച് പഠിക്കണം. പേഴ്സണാലിറ്റിയെ കുറിച്ച് പഠിക്കണം. ഡെവലപ്മെന്റ് തിയറീസ്, പിയാഷയുടെ, എറിക്സന്റെ ഒക്കെ, ഫ്രൂയിഡ്, അതിന്റെയൊക്കെ ജസ്റ്റ് ഇതൊന്നും ഒത്തിരി പഠിക്കണം. നിങ്ങൾ ടെൻഷൻ അടിക്കണം. കുറെ പേര് ഇത് കാണുമ്പോൾ അയ്യോ ഞാൻ ഇനി പേപ്പർ 1 പഠിക്കുന്നില്ലേ എന്ന് ചിന്തിക്കുന്നവർക്ക് ഞാൻ പറയുന്നത് ഇത് ബ്രീഫ് ആയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, വി വിൽ ബി പ്രൊവൈഡിങ് മോർ ഫ്രീ ക്ലാസ്സസ് ആൻഡ് സെഷൻസ്. അതോടൊപ്പം തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് പൂർണ്ണമായും മാർക്ക് നേടിയെടുക്കാൻ ഐ വിൽ ഹെൽപ്പ് യു വിത്ത് PYQ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ മോട്ടിവേഷൻ, ജനറേഷണൽ ഡൈവേഴ്സിറ്റി, ഇതൊക്കെ ജസ്റ്റ് മനസ്സിലായി. ഇൻക്ലൂസീവ് ക്ലാസ് റൂം സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്ങിലും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി പോണം. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സെയിം സാധനങ്ങൾ തന്നെയാണ്, നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന സെയിം സാധനങ്ങളാണ്. സോ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു പഠനമാണ് നമ്മൾ പ്രതീക്ഷ വെക്കുന്നത്. സോ ഞാൻ അവസാനം നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ തരുവാണ്. മുമ്പ് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. എന്താണ് പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സ് ആണ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ സെഷൻ എൻഡ് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഈ സെഷനിൽ 100ഓളം പേര് ഇപ്പോഴും ഉണ്ട്. സോ നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു ഉപദേശം തരികയാണ്. നമ്മൾ സിലബസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തു, കൺസെപ്ച്വൽ ക്ലാരിറ്റി കൊണ്ടുവന്നു, ടീച്ചർ സെൻസ് കൊണ്ടുവന്നു, എഡ്യൂക്കേഷന്റെ സോഷ്യോളജിക്കൽ, ഫിലോസഫിക്കൽ, സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് നോക്കി,
PYQs നോക്കി, ഡീകോഡിംഗ് ദ സിലബസ് നോക്കി. സോ നിങ്ങൾക്ക് ഇപ്പോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കാൻ കഴിവുള്ളവരായി. ടെൻഷൻ അടിച്ചിരുന്നവർക്ക് പറയാണ്, നിങ്ങൾ കഴിവുള്ളവരായി. നിങ്ങൾ കൂളായിട്ട് ഒത്തിരി കുറെ പഠിച്ചു പോലും. ഞാൻ ഈ ക്ലാസ് തന്നത് എനിക്കൊരു പേടിയുണ്ട്, നിങ്ങൾ താണ്ട് ഈ സാധനമൊക്കെ കണ്ട് കുറെ പഠിക്കുമെന്ന്. ഒരിക്കലും ഈ കുറെ പഠിച്ച് ടെൻഷൻ ആകരുത്. വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ബുദ്ധിപരമായിട്ടാണ് പഠിക്കേണ്ടത്. അതാണ് ക്ലാസ്സുകളിൽ ഞാൻ തരുന്നത്. അത് നിങ്ങൾക്ക് കോഴ്സ് ബൈ ചെയ്യാം, PYQ വർക്ക്ഔട്ട് ചെയ്യാം, നമ്മുടെ ക്രിസ്റ്റൽ എഡ്യൂ ഹബിന്റെ സർവീസസ് യൂസ് ചെയ്യാം. പിന്നീട് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ പറയുന്ന ഐഡിയയെ കുറിച്ച്, ഞാൻ പറയുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ആ ഒരു അപ്രോച്ച് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഐ തിങ്ക് യു ഗൈസ് ഗോട്ട് ദ ഐഡിയ. ഓക്കെ, സോ എല്ലാവർക്കും ഐഡിയാസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്പർ നമ്മുടെ ഈ ഒരു കോൾ നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് ഐ വിൽ ബി ഷെയറിംഗ് വൺ ഓഫ് മൈ നമ്പർ. ഓക്കെ, സോ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഗ്രൂപ്പിലെ ഫോമിൽ ഉറപ്പായിട്ട് വിടണം. അതനുസരിച്ച് നിങ്ങൾക്ക് ഇനി ഫ്രീ ക്ലാസ്സസ് കിട്ടും. എന്റെ ക്ലാസ് നിങ്ങൾക്ക് യൂസ് ആയെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ പൂജ എല്ലാവരും വീഡിയോ ഒക്കെ ഓഫ് ചെയ്തു സമാധാനമായിട്ടിരുന്നു. ഓക്കെ, എല്ലാവരും ഓക്കെ, എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ താങ്ക് യു പറയുന്നത് വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം എന്താണ് നിങ്ങൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നിങ്ങൾക്ക് ഫീഡ്ബാക്ക് രേഖപ്പെടുത്താവുന്നതാണ്, കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നതാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ എന്താണ്, ഞാൻ ഈ ഒരു ക്ലാസ്സിന്റെ തുടക്കത്തിൽ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു, ചിലവർ വായിച്ചിട്ടുണ്ടായിരിക്കും. APJ അബ്ദുൽ കലാം സാർ പറയുന്ന കണക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക. നിങ്ങൾ ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് ആകും. നിങ്ങൾ എല്ലാവരും കോളേജിലൊക്കെ പഠിക്കാൻ പോകുമ്പോഴും എന്തിനാണെങ്കിലും ഞാനിപ്പോ ചെയ്ത കണക്ക് ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഇൻപുട്ട് തരാൻ ശ്രമിച്ചു, സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ വളരെ മോശമായിരിക്കും, പല നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണും. നിങ്ങൾ നല്ല ഇൻപുട്സ് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നീട് അടുത്ത ക്ലാസ് തുടർച്ചയായിട്ടുള്ള ഇനിയുള്ള എല്ലാ ക്ലാസ്സുകളും സെഷൻസും നമ്മുടെ അറ്റൻഡ് ചെയ്യുക. ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഇന്ന് സെക്കൻഡ് ഡേ ആയിരുന്നു. നെറ്റ് പേപ്പർ 1 ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ് ഞാൻ തന്നത്. ഇനിയുള്ള മെയ് 15 മുതൽ 21 വരെയുള്ള സെഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്യുക. 7 ദിവസവും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മൂലമാണ് നിങ്ങളെ ഒരു പേപ്പർ 1 അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ സജ്ജരാക്കുന്നത്. ഈ 7 ദിവസത്തിൽ നിങ്ങൾ ഇന്നില്ലാത്ത ഒരു 10ഓ 20ഓ മാർക്കെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അത് എന്റെ ഷുവറിറ്റി ആണ്. ഓക്കെ, മാത്രമല്ല ക്രിസ്റ്റൽ എഡ്യൂ ഹബ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എടുക്കുക. താഴെ കാണുന്ന നമ്പറില്ലേ, ആ നമ്പറിൽ കണക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകൾ കിട്ടും. ഓക്കെ, താങ്ക് യു ഓൾ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ഐ ആം ഹാപ്പി. നിങ്ങളുടെ റെസ്പോൺസ് ഒക്കെ കിടിലമായിരുന്നു. ഓക്കെ, വിൽ സീ യു സൂൺ. ഓക്കെ, താങ്ക് യു എവരിവൺ. ഗ്രൂപ്പുള്ള ഫീഡ്ബാക്ക് ഫോം ഉറപ്പായിട്ട് ഫില്ല് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു, വിൽ സീ യു സൂൺ. താങ്ക് യു ദിവ്യ. ഞാൻ ആരുടെയും പേരെടുത്ത് വിളിച്ചിട്ടില്ല, ബട്ട് താങ്ക് യു ഓൾ. എല്ലാവർക്കും വേണ്ടി ഒരു താങ്ക് യു പറയാണ്. സോ ഐ എം വൈൻഡിങ് അപ്പ് ദ സെഷൻ. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. ഓക്കെ, ബൈ, വിൽ സീ യു സൂൺ.